കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തന്നുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചോദ്യങ്ങൾ കുറെ ഉണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ആദ്യൊരു വിഷയം പറയാണ്. ഈ പേരിന്റെ അർത്ഥം ചോദിച്ചിട്ടേ, അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, ആണിന് പറ്റിയ നല്ല നെയിം പറയുമോ എന്നുള്ളത് അത് എന്താ ഇപ്പൊ പറയല്ലേ. അത് ഞാനില്ലാത്ത ഒരാളോട് മുഷാവറ ചെയ്യായിരിക്കും ആ വിഷയത്തില്. പിന്നെ ഏറ്റവും നല്ലത് അതായിരിക്കും, ഞാനില്ലാത്ത. കാരണം എനിക്ക് ഒഴിവില്ലാണ്ട ഞാൻ ഇപ്പൊ ഇതിങ്ങനെ ഈ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ അതിന് മറുപടി നമ്മളിപ്പോ ഇത്ര വലിയൊരു ശംസുലമയും ചെറുശ്ശേരി ഉസ്താദൊന്നും അല്ലല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടൂല. അപ്പൊ ഈ മറുപടി ഫിഖഹിന്റെ കിതാബിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും ഇടക്കൊക്കെ. ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഈ പേര് തെരഞ്ഞു നോക്കുക. നല്ല നല്ല പേര് എത്ര ഉണ്ട് ഇപ്പൊ. ഈ ഇതാ ഒരു ഈ ഇസ്തിഖാമ മിസ്അബ് എന്നാണ് പേര് അല്ലെ. നല്ല പേരാണ് അല്ലെ. കേൾക്കാൻ ചെറിയൊരു ഒരു പദമാണ്. പിന്നെ കേൾക്കാനും ഒരു രസമുണ്ട്. മിസ്അബ്, സുഹൈൽ, അതുപോലെ തന്നെ ഷുഐബ്, പിന്നെ എന്താ സുഫിയാൻ, ഒക്കെ എത്ര ഉഷാറുള്ള പേരല്ലേ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ തന്നെ ഇട്ടോണ്ട് നല്ലൊരു പേര്, ഉഷാറുള്ള പേര്. സിനാൻ. ഇനി ലോകത്ത് എവിടെ കേൾക്കാത്ത ആ ഒരു അങ്ങനത്തെ ഒരു ഭ്രമുണ്ട് ഇപ്പൊ അല്ലേ. അത് ഒരു പേര് പറഞ്ഞാൽ അത് മറ്റോടത്തുണ്ട് പറയും. ഇപ്പൊ എവിടെ ഇല്ലാത്ത പേരെന്നെ വേണമെന്ന് പറയുമ്പോ അങ്ങനത്തെ ഈ അവിടുന്നൊക്കെ നമ്മൾ പോകണം. ഞാൻ ഈ പ്രാവശ്യം ഈ നമ്മൾ കുറെ പിന്നിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടത്, കുറെ പിന്നിലേക്കൊന്ന് പോകേണ്ടതുണ്ട് നമ്മൾ. ഞാൻ ഈ സാധാരണ നമ്മുടെ ഈ സംഘടനകളൊക്കെ ഒരു 100 കുട്ടികൾ, ഒരു 110 കുട്ടികൾ ഒക്കെ പഠിക്കേണ്ടി നിൽക്കുക. എന്നാ 100 ജില്ലാ കുട്ടികളെ 200ഓളം എന്നൊക്കെ പറഞ്ഞില്ല അല്ലേ. 200ഓളം കുട്ടികൾ പഠിക്കേണ്ട ആ സ്ഥാപനത്തിൽ എന്നൊക്കെ പറയാം. ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ ഈ പ്രാവശ്യത്തെ സമ്മേളനത്തിന് രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അതിനു മുമ്പ് പറഞ്ഞാൽ എനിക്കറിയില്ല, പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. രാവിലെ ഒരു എന്തായാലും പറയാ, ഒരു ജനറൽ അസംബ്ലി എന്ന അതിന്റെ പേര്. ദാറുൽ ഹുദന്റെ അഫിലിയേറ്റ് സ്ഥാപനങ്ങളിലെ പിന്നെ എല്ലാ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ഗ്രാൻഡ് അസംബ്ലി എന്നല്ല, ഗ്രാൻഡ് അസംബ്ലി ഉണ്ടായിരുന്നു. ഗ്രാൻഡ് അസംബ്ലി. അപ്പോ 5000 ചില്ലാൻ വിദ്യാർത്ഥികളാണ് ദാറുൽ ഹുദയിലും ദാറുൽ ഹുദന്റെ പിന്നെ ദാറുൽ ഹുദയോട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിലെയും കൂടി വിദ്യാർത്ഥികളുള്ളത് 5000 ചില്ലാൻ വിദ്യാർത്ഥികളാണുള്ളത്. അപ്പൊ അവിടെ എന്ത് പറയാം? 5000 ചില്ലാൻ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതല്ല, 5000 ചില്ലാൻ വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിലും ദാറുൽ ഹുദന്റെ പിന്നെ സഹസ്ഥാപനങ്ങളിലൊക്കെ പാടെ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ജനറൽ അസംബ്ലിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ എന്ത് പറയാം? എത്ര ആളുകൾ പങ്കെടുക്കുന്ന? 6000ഓളം, അങ്ങനെ പറയാം അല്ലെ. 6000ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പിന്നെ ജനറൽ അസംബ്ലി എന്നാ പറയാം. പക്ഷെ അവിടെ പിന്നെ പത്രത്തിലൊക്കെ കൊടുത്തിരുന്നതും അവിടെ പറഞ്ഞിരുന്നതും പിന്നെ അതിന്റെ പ്രചരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതായിരുന്നു. 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതാണ്. എന്നിട്ട് അന്ന് പങ്കെടുത്തത് 4000 ചില്ലാൻ വിദ്യാർത്ഥികളുണ്ട്. 4000 അല്ല, 4000 ചില്ലാൻ വിദ്യാർത്ഥികളുണ്ട്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞത്, നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. ഈ നുണ പറഞ്ഞ് നടക്കണം പരിപാടിയൊക്കെ അവിടേക്കൊന്നും നമ്മൾ പോകരുത് എന്ന്, നമ്മൾ അങ്ങനത്തെ സംസ്കാരം സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ വേണമെങ്കിൽ 6000ഓളം എന്ന് പറയാമായിരുന്നു. 6000ഓളം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ കുറെ വിദ്യാർത്ഥികൾ വരൂല. അവിടുത്തെ ഏറ്റവും പിന്നെ PG വിദ്യാർത്ഥികളൊന്നും അതിൽ പങ്കെടുപ്പിക്കുന്നില്ല. പിന്നെ വടക്കേ ഇന്ത്യയിൽ മറ്റുള്ള ആന്ധ്രയിലും അവിടെ നിന്നൊക്കെ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും വരൂല. പിന്നെ ആസാമിലല്ല, പശ്ചിമ ബംഗാളൊക്കെ ഉണ്ട്, അവിടെ നിന്നും എല്ലാ വിദ്യാർത്ഥികളും വരൂല. അപ്പൊ 5000 വിദ്യാർത്ഥികളും ഉണ്ടാവൂല. അപ്പൊ 4000 എന്ന് പറഞ്ഞത് കളവാവൂല. 4000 ഇല്ലാണ്ടെങ്കിലും 4000 എന്ന് പറഞ്ഞൂടെ അല്ലേ. 4500 ആൾക്കാരുണ്ടെങ്കിൽ 4000 എന്ന് പറഞ്ഞൂടെ. അക്സർ അക്കലിനെ വേണ്ടി സാധിക്കാവൂലേ അല്ലേ. 4500 ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട്? 4000 എന്ന് പറഞ്ഞാലും ശരി തന്നെയല്ലേ. അപ്പൊ കളവിന് സാധ്യത ഇല്ലാത്ത ഒരു
അക്കം അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ശരിയാവേണ്ടതുണ്ട് എന്ന് ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞു. അപ്പൊ നമ്മളെ ഇപ്പൊ ഒരു മോശമായ സ്വഭാവങ്ങളൊക്കെ നമ്മൾ എടുത്തു. അതിൽപ്പെട്ട ഒരു സ്വഭാവമാണിത്. സ്ഥാപനങ്ങളിലൊക്കെ പിന്നെ ഉള്ളതിനേക്കാളും കൂട്ടി പറയാ. ബഹുമാനപ്പെട്ട തൊയ്യബ് ഫൈസി, മറ്റേ തൊയ്യബ് ഫൈസിനെ ഓർഗനൈസറായിട്ട് പറഞ്ഞേക്കാണ് യു എയിലേക്ക്. പണ്ട് ഇപ്പഴന്നല്ല കുറെ ഐദുർസിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഇമിന്റെ വാപ്പ ഐദുർസിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള സംഭവമാണ്. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേക്ക, യു എയിലേക്ക് പറഞ്ഞേക്കുമ്പോ അവനെ അങ്ങോട്ട് ഒരു ഓഫീസിലേക്ക് വിളിച്ചിട്ട് പിന്നെ അപ്പൊ വാപ്പുട്ടിയാജി ഉണ്ട്, ഡോക്ടർ, പിന്നെ ഡോക്ടർ എന്തായാലും പറച്ചിലും പോലെ വാപ്പുട്ടിയാജി എന്തായാലും പറച്ചില് വാപ്പുട്ടി ഡോക്ടർ യു വാപ്പുട്ടി ഹാജി അല്ലേ, അങ്ങനെ പറയല് എന്താ? ഞാൻ അതെ വാപ്പുട്ടി ഹാജി, അതെ വാപ്പുട്ടി ഹാജി. അപ്പൊ മൂപ്പരുണ്ട്, പിന്നെ ഐദുറുസ്ലേരും ഉണ്ട്. ഐദുറുസ്ലേര് പറഞ്ഞത് ഈ പിന്നെ പോയിട്ട് ഇവിടെ ഇല്ലാത്തൊന്നും ഉണ്ടെന്ന് അവിടെ പറയരുത് എന്ന് പറഞ്ഞത്. ഈ യുവിൽ പോയിട്ട് ആൾക്കാരോടെ ഇവിടെ ഇല്ലാത്തൊന്നും ഉണ്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആന്ന് പറഞ്ഞു. അപ്പൊ വാവുട്ടിയാജി പറഞ്ഞു, ഈ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായ? അങ്ങനെ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ കുറെ കുട്ടികളെ ആ രക്ഷിതാക്കൾ ചേർത്തതേ അവർക്ക് ഹലാലായ ഭക്ഷണം നമ്മൾ കൊടുക്കൊള്ളുള്ളത് ഉറപ്പിലാണ്. അവർക്ക് ഹലാലായ ഭക്ഷണം നമ്മൾ കൊടുക്കൊള്ളുന്ന ഉറപ്പിലാണ് ഇവിടെ അവർ ചേർത്തിട്ടുള്ളത്. ഇവിടെ ഇല്ലാത്തതൊക്കെ അവിടെ പോയി പറഞ്ഞിട്ട് പൈസ പിരിച്ചാൽ അത് ഹറാമാകും. അപ്പൊ ഈ കുട്ടികളെ ഹറാമ് തീറ്റിക്കേണ്ടി വരും. അത് ചെയ്യരുതെന്നായി പറഞ്ഞത്. മനസ്സിലായോന്ന് വെച്ചതേ? മനസ്സിലായി. അപ്പൊ നമ്മളെ അപ്പൊ ഈ പൊങ്ങച്ചൊന്നും പറയാതെ ഉള്ള യാഥാർത്ഥ്യം ശരിക്കും പറയാ. ഊനുമായ സ്വാദിഖീനല്ലേ, സ്വാദിഖീങ്ങളാവണ്ടേ നമ്മള്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അപ്പൊ PMനുള്ള മറുപടി എന്നൊക്കെ വ്യതിചലിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് പാടില്ല, അത് നമ്മുടെ സ്വഭാവം, ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മറ്റൊരു നമ്മൾ മാറേണ്ടുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ സലഫു സാലിഹ്യങ്ങളായ ആളുകളുടെ പേരൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് ഇടുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അത് മറ്റോടത്തുണ്ട്, ഇത് ഇവിടെ ഇതുണ്ട് എന്നുള്ള ഒരു ഉണ്ടാവാൻ പാടില്ല. കേൾക്കാൻ നല്ല ഭംഗിയുണ്ടോ, ചെറിയ പദമാണോ അല്ലെ, അത് എല്ലാ ഭാഷയിലും ഒക്കെ എഴുതാൻ പറ്റുമോ, അതൊക്കെയാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു പേര് നോക്കി എഴുതുക, അതന്നെ വേണ്ടത്. അപ്പൊ സിനാൻ, ആബിദോ, സുഹൈലോ, പിന്നെ മിസ്അബോ, ഷുഐബോ, സൽമാനോ, സുഫിയാനോ, എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിലുള്ള വീട്ടോടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഉസ്താദെ, എന്റെ മകൾ ദാറുൽഹുദയിലെ ബനാത്തിൽ പഠിക്കുന്നു. അവൾക്ക് ചില അസുഖം കാരണം ഇപ്പോൾ വീട്ടിലാണ്. പൂർണ്ണമായി സുഖമായി അവിടെ തന്നെ തുടർന്ന് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകിയിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ. തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല രീതിയിൽ പഠിച്ച് നല്ല ദീനിയായ ഇൽമൊക്കെ കരസ്ഥമാക്കി അതനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു കുട്ടിയാക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദാറുൽഹുദന്റെ ആ ബനാത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലേ അങ്ങനത്തെ എന്തോ അസുഖപ്പോ അങ്ങനെ കേട്ടിട്ടുണ്ട് കുറച്ച് കാലമായിട്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തൊരു അസുഖം, എന്താണ് കാരണം, എന്താണ് കാരണം എന്താണാവോ? ഇനി അവിടുത്തെ വല്ല ആ അന്തരീക്ഷം ഇപ്പൊ ദാറുൽഹുദ മറ്റേ സ്ഥാപനത്തിൽ അങ്ങനെ വേണ്ട, എന്താണ് അല്ലാഹു അലൈഹി. ഏതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹറാണ് അല്ലാഹു അലം. സിഹറാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫളൽ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിഹറൊക്കെ അല്ലാഹു തആല ബാത്തിലാക്കി കളയട്ടെ. അല്ലാഹു കുട്ടികൾക്കൊക്കെ ശിഫ നൽകട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ മകനും പരീക്ഷ എഴുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മകനെയും മറ്റു നമ്മുടെ കുട്ടികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച വിജയം അവർക്ക് നൽകട്ടെ. ആ കുട്ടികളൊക്കെ അല്ലാഹു അവർ നേരിടുന്ന എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കുകയും അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതരാക്കുകയും ചെയ്യട്ടെ. ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.
3 ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന് അവളെ തിരിച്ചെടുക്കാൻ വേറെ ഒരാളുമായി നിക്കാഹ് കഴിഞ്ഞ് ഒഴിവായാൽ മതിയല്ലോ? പോരാ. നിക്കാഹ് കഴിഞ്ഞ് ഒഴിവായാൽ പോരാ. പിന്നെന്ത് വേണം? പിന്നെ രണ്ടാമത്തെ ആള് നിക്കാഹ് 3 തലാഖ് ചെല്ലപ്പെട്ടെങ്കിൽ ആദ്യമായിട്ടേ 3 തലാഖ് അയക്കണോ ഇല്ല എന്നൊക്കെ നോക്കണം കേട്ടോ. ചില മൂല്യന്മാരുണ്ട് ഒരു തലാഖിന്റെ വക ഒരു തലാഖ് അയക്കണം 3 തലാഖ് വയ്ക്കണം അത് പറയാം ആദ്യം തന്നെ, അല്ലേ? അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തആലാന്റെ ദീന് ഈ നിക്കാഹ് തലാഖിന്റെ മസല കണ്ടല്ലോ, ആ മസല ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും തലാഖ് ആവാതിരിക്കാൻ എന്താ മാർഗം എന്നാ നോക്കുക. ആ രീതിയിലാണ്. അങ്ങനെ പറഞ്ഞാൽ തലാഖാവൂല, എങ്ങനെ പറഞ്ഞാൽ തലാഖാവൂല, അങ്ങനെ ആയാൽ തലാഖാവൂല, അല്ലേ? അപ്പൊ ഇത് എങ്ങനെയെങ്കിലും അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ 3 തലാഖ് നിങ്ങൾ പറഞ്ഞ ആ വാചകം ഉണ്ടല്ലോ, എന്ത് വാചകമാണ് പറഞ്ഞെങ്കിൽ അതേ വാചകം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള നല്ല ഫിഖ്ഹിൽ പാണ്ഡിത്യമുള്ള ആളുകളെ സമീപിച്ചിട്ട് അവരോട് പറയാം, ഞാൻ ഇന്നതാണ് പറഞ്ഞത് എന്ന്. ഇന്നതാണ് പറഞ്ഞത്. അപ്പോൾ തലാഖ് അയക്കണോ ഇല്ലെന്നൊക്കെ അവർ പറയും. ആദ്യം തന്നെ നിങ്ങൾ 3 തലാഖ് അയക്കണമെന്ന് നിങ്ങളാണ്ട് തീരുമാനിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഇനി അഥവാ അങ്ങനെ അയക്കണു നോക്കുക. ഇവിടെ ചോദ്യപദാണല്ലേ, 3 തലാഖ് ചെല്ലപ്പെട്ടിരിക്കുന്നു നോക്കുക. എങ്കിൽ അവളെ പിന്നെ നിങ്ങൾക്ക് പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല. 1 തലാഖാണെങ്കിൽ 1 തലാഖേ ചൊല്ലിയിട്ടുള്ളൂ, എന്നാൽ അതിന്റെ ഇദ്ദന്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് മടക്കിയെടുക്കാം. അതായത് 3 ശുദ്ധിയുടെ കാലഘട്ടം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇദ്ദയെങ്കിൽ ആ ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പായിട്ട് അവിടെ മടക്കിയെടുക്കാം. റജഅതുക്കി എന്ന വാക്കൊന്നും പറഞ്ഞോളൂ ചേട്ടാ, ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഞാൻ അവളെ മടക്കിയെടുത്തുന്നോ, ഞാൻ നിന്നെ മടക്കിയെടുത്തുന്നോ അവളോടോ ആരോടും അങ്ങനെ പറഞ്ഞു നിൽക്കുക. എന്നാലും വേറെ നിക്കാഹില്ലാതെ തന്നെ അവർക്ക് ഒരുമിച്ച് കൂടി ജീവിക്കാം, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം. 1 തലാഖ് ചെല്ലിയാലും 2 തലാഖ് ചെല്ലിയാലും അങ്ങനെ തന്നെ. അതിന്റെ ഇദ്ദയുടെ കാലം കഴിയുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ ഞാൻ നിന്നെ മടക്കിയെടുത്തു അല്ലെങ്കിൽ ഞാൻ അവിടെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി. അതിന് സാക്ഷ്യമൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ മടക്കിയെടുക്കലായി. നേരെ മറിച്ച് ഇദ്ദന്റെ കാലം കഴിഞ്ഞിട്ടാണെങ്കിലോ 3 ശുദ്ധിയുടെ കാലമൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് പിന്നെ അവർക്ക് തോന്നുന്നത് എന്ത് അവിടെ മടക്കിയെടുക്കണം. എന്നാൽ പിന്നെ അവനാണെങ്കിൽ 1 തലാഖോ 2 തലാഖോ ചെല്ലിയിട്ടുള്ളൂ, എന്നാൽ അവിടെ പിന്നെ നിക്കാഹി കഴിക്കണം, അത്രേ ഉള്ളൂ. വീണ്ടും നിക്കാഹി കഴിക്കണം, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് 3 തലാഖും ചൊല്ലി നിൽക്കുക, എന്നാ പിന്നെ മടക്കിയെടുക്കാൻ യാതൊരു മാർഗവും ഇല്ല. മടക്കിയെടുക്കാൻ പിന്നെ ഒരു മാർഗവും ഇല്ല. എന്തിനാ 3 തലാഖ് ചെല്ലാവുന്നത്? 1 തലാഖ് ഇല്ല മതിയായിരുന്നില്ലേ? കുറച്ചൊക്കെ ക്ഷമ വേണ്ടേ? അല്ലെങ്കിൽ 2 തലാഖ് ഇല്ല മതിയായിരുന്നില്ലേ? എന്തിനാ 3 തലാഖ് ഒന്ന് ചെല്ലിയത്? അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അവളെ കിട്ടൂല. ഇനി കിട്ടണമെങ്കിൽ എന്ത് വേണച്ചണ്ട, കിട്ടണമെങ്കിൽ ഇനി എന്ത് ഇനി അവളെ തലാഖ് ചെല്ലി. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുന്നവരുണ്ടാ? എന്താ ഒരു ചലനമൊന്നും ഇല്ലാത്തത്? ഞാൻ പറയുന്നത് ഇങ്ങനെ കുറച്ചാളൊക്കെ ഉണ്ടല്ലേ. ഒന്ന് മുജീബ് റഹ്മാനി ഉണ്ടാവും, അതിനെ വിചാരിക്കുമല്ലോ. ആയിക്കോട്ടെ. പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ 3 തലാഖ് ചെല്ലി നിൽക്കുക. 3 തലാഖ് ചെല്ലാൻ പാടില്ല, അങ്ങനെ ചെല്ലരുത്. ചെല്ലാൻ പാടില്ല, ഹറാമ ഇതാണെന്നല്ല പറഞ്ഞത്, ചെല്ലരുത്. അതിനൊക്കെ ചില വ്യവസ്ഥകളുണ്ട്. അത് 1 തലാഖ് ചെല്ലുക, തലാഖ് ചെല്ലുന്നതിന് മുമ്പായിട്ട് അവളെ ശരിക്കും ഉപദേശിക്കുക, ഉപദേശം ശരിയാണെങ്കിൽ കടപ്പറ വെടിയുക, എന്തെല്ലാം ഘട്ടങ്ങളുണ്ടല്ലേ. ഒരു പെണ്ണിടത്തൊരു മോശം കണ്ടാലേ അവളെന്ത് ചെയ്യുക? ഉപദേശിക്കണം. ഈ പെണ്ണുങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് എന്നായിട്ട് എന്തോ സന്തോഷിക്കാറുണ്ട നല്ലത്. അല്ലെങ്കിൽ എന്നാലും വല്ലാത്തൊരു സന്തോഷമായിരിക്കും. വല്ലാത്ത സന്തോഷമാണ് അവരുണ്ടാക്കുന്ന ഭക്ഷണത്തൊക്കെ ഒന്ന് മദഹ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് വല്ലാത്തൊരു സന്തോഷിക്കാറ്. അതല്ലെങ്കിൽ ഇപ്പൊ അവരിങ്ങനെ കെടുക്കാണില്ലേ അപ്പൊ നോക്കവളോട്, അവൾ കെടുക്കാണില്ലേ, ഈ കെടുക്കാണില്ലേ, എന്തേ? അല്ലേ, ഞാൻ ചോറ് വെച്ചിട്ടില്ല, ഇപ്പൊ തന്നെ വേണ്ട, ഒന്ന് വിശ്രമിച്ചിട്ട് മതി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുണ്ട്, എന്നാലും പക്ഷെ ഇപ്പൊ തന്നെ വേണ്ട, ഇതൊന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ടോ? അള്ളാന്നായിരിക്കും ഉണ്ടാകുന്ന സന്തോഷം. എന്നാ ഒരു അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് ചോറ് വിളമ്പി തരാം, ഇങ്ങോട്ട് കിടന്നാൽ മതി എനിക്ക് അപ്പൊ പറയാം. നേരെ മറിച്ച് ഞാൻ എനിക്ക് വിശക്കണ കിടന്നു പറഞ്ഞാൽ നിശ അവിടുന്ന് പറഞ്ഞാലോ, അപ്പോൾ ഓൾക്കുണ്ടാവും ഒരു വാശി, അല്ലേ? എനിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളമ്പി തരാറിയോള്. അപ്പൊ അതല്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ നല്ല രീതിയിൽ ഉപദേശിക്കണം, നല്ല രീതിയിൽ ഉപദേശിക്കുക.
എന്നിട്ട് ശരിയാകണില്ല എന്നൊക്കെ, എന്നാ പിന്നെ കിടപ്പറ വിടുക, ഒന്നിച്ച് കിടക്കാതിരിക്കുക. എന്നിട്ടും ശരിയാകണില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുക, പൊട്ടാത്ത നിലക്കൊക്കെ അടിക്കുക. അപ്പോഴും അവര് പുറത്ത് വിടരുതെന്നാ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ വേറെ ആളെ അറിയിക്കും ചെയ്യരുത്. ആദ്യം അവന് ഉപദേശിച്ചത് ശരിയാണ്, ഈ കിടപ്പറ വെടിയുക, ഒരു റൂമിൽ തന്നെ കിടക്കുക, വേറെ ഓൻ കട്ടുമ്പലും മറ്റോട് താഴത്തും കിടന്നോട്ടെ, അല്ലെങ്കിൽ വേറെ കട്ടുമ്പോ കിടന്നോട്ടെ. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിലും പൊട്ടാത്ത നിലക്ക് അടിക്കുക, വേറെ ആരും അറിയും ചെയ്യരുത്, വീട്ടിൽ തന്നെ മീപ്പിയൊന്നും അറിയാതെ നിലക്ക് അടിക്കുക. അതാളൊരു പേടിപ്പിക്കലാണ്. പൊട്ടാത്ത നിലക്ക് അടിക്കുക എന്ന് പറഞ്ഞാലൊക്കെ അതിന് ഫുഖഹാക്കൾ അതിനും ഉദാഹരണം തന്നെ പറഞ്ഞു, ടവ്വലോണ്ടൊക്കെ അടിക്കാന്ന്. ടവ്വലോണ്ട് അടിച്ചപ്പോൾ എത്ര വേദന ആകുമോ? വേദനിക്കാനല്ലേ, ഈ മൂപ്പർക്ക് എന്നോട് ദേഷ്യം പിടിച്ചു കിട്ടോ എന്ന് ഒന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പത്. എന്നിട്ടും ശരിയാണെങ്കിലാണ് പിന്നെ മധ്യസ്ഥന്മാരെ ആ വിഷയത്തിൽ ഇടപെടുത്തേണ്ടത്. ഇതാണ് അപ്പോഴേ പുറത്തറിയാൻ പറ്റുള്ളൂ. മധ്യസ്ഥന്മാരെ ഒക്കെ സംസാരിച്ചു നോക്കി ശരിയാണില്ല, അപ്പോഴൊരു തലാഖ് ചെല്ലുക, അല്ലേ? ഒരു തലാഖ് ചെല്ലുക. ആ തലാഖിന്റെ എന്താ കഴിഞ്ഞ മുമ്പായിട്ടാണ് ആളെ വേണമെങ്കിൽ മടക്കിയെടുക്കാം. ഇനി കഴിഞ്ഞാൽ തന്നെ പിന്നെ നിക്കാഹ് ചെയ്താൽ മതി. എന്നിട്ട് പോലും ശരിയാണില്ല, എന്നാ ഒരു തലാഖും കൂടി ചെല്ലാം, അല്ലേ? ഇതിന്റെ ശേഷം അതിന്റെ ആ തലാഖിന്റെ ഇതിന്റെ ഇടയിൽ മടക്കിയെടുക്കാം. പക്ഷെ 3 തലാഖും കൂടി ചെല്ലിയാൽ പിന്നെ മാർഗമൊന്നുമില്ല. പിന്നെ 3 തലാഖ് ചെല്ലി അങ്ങനെ ചെല്ലിയാൽ പിന്നെ ഇനി അവളെ വേറെ ആൾ വിവാഹം കഴിക്കണമെങ്കിൽ അതിന്റെ ഇദ്ദ കഴിയണല്ലേ? ഇവന്റെ തലാഖിന്റെ ഇദ്ദൊക്കെ കഴിഞ്ഞ് 3 ശുദ്ധിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു ചങ്ങായി പിന്നെ ഇങ്ങനെ അവളെ വിവാഹം കഴിച്ചു, പലങ്ങനെ നടന്നിട്ട് വേറെ ചങ്ങായി അവളെ കെട്ടി. കെട്ടിട്ട് പിന്നെ വേറെ ആൾ വിവാഹം കഴിച്ചു, അവനും അവളും കൂടി ബന്ധപ്പെട്ട് കുറെ കഴിഞ്ഞേക്കുമ്പോ അവനക്കും ഇവിടെ സ്വഭാവ മോശമാണ്. അതിന് അവനും എന്ത് ചെയ്ത് അവളെ തലാഖ് ചെല്ലി. എന്നാ വേണേ എന്ത് ചെയ്യുക, ആദ്യത്തെ ആൾക്ക് മടക്കിയെടുക്കാം. ആദ്യത്തെ ആൾക്ക് ആക്കാൻ വേണ്ടി ഒരാളെ അതിന്റെ ഇടയിൽ നിന്ന് ചടങ്ങിക്കണല്ല, അങ്ങനത്തെ അതല്ല ഉള്ളത്. അത് ദുരുപയോഗം ചെയ്യാണ്. ആദ്യത്തേവൻ 3 തലാഖ് ചൊല്ലി, എന്നിട്ട് അതിന്റെ ഇദ്ദ കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് അവർക്ക് പല ആലോചനകളൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ചങ്ങായി കെട്ടി, കെട്ടിട്ട് അവർ ബന്ധപ്പെട്ടു, പിന്നെ അവനോടും കൂടി പ്രശ്നമായി, അങ്ങനെ തലാഖ് ചൊല്ലി, പിന്നെ അതിന്റെയും ഇദ്ദ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ മറ്റാൾക്ക് മടക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. അതാ فلا تحل له حتى تنكح زوجا غيره وإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله. അങ്ങനല്ലേ ആയത്ത്? എടാ വാവിന്റെ സ്ഥാനത്ത് ഫ ആണോ ഫാന്റെ സ്ഥാനത്ത് വാവാണോ അവിടെ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ അതാണ്, അങ്ങനെയാണ് അതിന്റെ മസാല. ഏതായാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടോ, പെട്ടെന്ന് നിങ്ങൾ 3 തലാഖ് പോയിക്കണ് എന്ന് വിചാരിച്ചിരിക്കരുത്. നല്ലൊരു നിങ്ങൾ പറഞ്ഞ വാചകം എന്താണെങ്കിൽ അത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പോലെയുള്ള ആളുകളെ അറിയിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്താ, അദ്ദേഹത്തിന് തന്നെ അമാൻ നിക്കാഹ് എന്നാണ് രണ്ടാമൻ. അത് ശരി, 2 അമാൻ, രണ്ടാമൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ വായിച്ചാണ്. രണ്ടാമൻ നിക്കാഹ് കഴിച്ചാൽ മാത്രം മതിയോ? പോരാ. രണ്ടാമത്തെ ആളും നിക്കാഹ് കഴിച്ചാൽ മാത്രം പോരാ, അയാള് ഇവളെ സംയോഗം ചെയ്യുകയും വേണം. അതോ അവൻ അവളുമായി ബന്ധപ്പെടണമെന്ന ഉപാധി വല്ലതും ഉണ്ടോ നിക്കാഹ് ശരിയാവാൻ? നിക്കാഹ് ശരിയാവാൻ വേണ്ടി നിങ്ങൾക്ക് നിക്കാഹ് ശരിയാവാൻ വേണ്ടി അല്ല അവൻ കിട്ടുന്നത്. നിങ്ങൾക്ക് നിക്കാഹ് കഴിക്കാൻ വേണ്ടി അല്ല അവൻ കിട്ടുന്നത്. അത് നിങ്ങൾ തലാഖ് ചൊല്ലി നിങ്ങൾ ഓൾക്കൂടി വേറെ പിരിച്ചിൽ കഴിഞ്ഞ്, പിന്നെ അവളുടെ ഇദ്ദൊക്കെ കഴിഞ്ഞേക്കുമ്പോൾ ഓൾക്ക് വേറെ പൂതിങ്ങ തോന്നി, വേറെ ഭർത്താവിനെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെ പല ആലോചന ഇവിടെ ഒന്ന് ശരിയായി. അങ്ങനെ അവൾ ഓനും കൂടി നിക്കാഹ് കഴിഞ്ഞ്, പിന്നെ ഓലും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അങ്ങനെ അയാളും തലാഖ് ചെല്ലി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എടുക്കാന്ന്. നിങ്ങൾക്ക് നിക്കാഹ് സഹിയാവാൻ വേണ്ടി മറ്റോന് അതൊരു മോശം പണിയല്ലേ അല്ലേ? ഹദീസിന്റെ കിതാബുകളൊക്കെ മറിച്ചു നോക്കിയാലല്ലേ അത് എത്രമാത്രം ലാനത്ത് ചൊല്ലിയിട്ടുണ്ട്, ധാരാളം ലാനത്ത്. ഇങ്ങനെ മറ്റൊരാൾക്ക് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി ചടങ്ങിക്കണ പരിപാടി ഉണ്ടല്ലോ. ആരാണോ ചടങ്ങ് നിൽക്കുന്നത് അവനെയും ആർക്ക് വേണ്ടിയാണോ ചടങ്ങ് നിൽക്കുന്നത് അവരൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പിന്നെ ശപിച്ചിട്ടുണ്ട്, അവരുടെ മേൽ ലാനത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ നിസ്കാരം സുന്നത്തല്ലേ? അതിന്റെ ആ ചോദ്യം ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ സംഭവം അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യകർത്താവ് എവിടെയെന്ന് അറിയില്ല. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുതുബ അത് സുന്നത്തല്ലേ? അതില് പിന്നെ അറബി ഭാഷയിൽ തന്നെ ഖുതുബകൾ ഷർത്തുണ്ടോ എന്നുള്ള ചോദ്യം.
പെരുന്നാൾസ്കാരത്തിന്റെ ഈ ഖുതുബന്റെ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അർക്കാനുകളൊക്കെ, അതൊക്കെ പിന്നെ സാധാരണ ജുമാ ഖുതുബയുടെ അർക്കാനുകളൊക്കെ തന്നെയാണ് അതിന്റെയും അർക്കാനുകളൊക്കെ. പക്ഷെ അതിന്റെ നിബന്ധനകൾ പെരുന്നാൾ ഖുതുബന്റെ നിബന്ധനകൾ, അതിന്റെ ഷർത്ത്, ആ ഷർത്തിൽപ്പെട്ടതല്ല ഏത്, നിൽക്കാൻ കഴിവുള്ള നിൽക്കാനുള്ള അല്ലെ, സാധാരണ ഖുതുബക്ക് നിൽക്കാൻ കഴിവുള്ള നിൽക്കണം, പിന്നെ രണ്ട് ഖുതുബന്റെയും കൂടി ഇടയിലൊന്ന് ഇരിക്കണം, രണ്ട് ഖുതുബന്റെയും കൂടി ഇടയിലൊന്ന് ഇരിക്കണം. അതൊന്നും പിന്നെ അതുപോലെ തന്നെ ചെറിയ ശുദ്ധിയത്തൊട്ടും വലിയ ശുദ്ധിയത്തൊട്ടൊക്കെ ശുദ്ധി വേണം അല്ലേ ഖുതുബക്ക്, ഔറത്ത് മറക്കണം. ഇതൊന്നും നിബന്ധന ചെയ്യതിന് പെരുന്നാൾസ്കാരത്തിന്റെ ഖുതുബക്ക്. പെരുന്നാൾസ്കാരത്തിന്റെ ഖുതുബക്കേ പിന്നെ നിൽക്കാൻ കഴിവുള്ളതിനോട് കൂടി തന്നെ വേണമെങ്കിൽ ഇരിക്കാം, ഇരുന്ന് ഖുതുബ നടത്താം. അതുപോലെ രണ്ട് ഖുതുബാന്റെ കൂടെ ഇടയിൽ ഇരുന്നോളം എന്നില്ല. അതുപോലെ ഒളു വേണം എന്നില്ല. ഔറത്ത് മറക്കണം, ട്രൗസറൊക്കെ ഇട്ടിട്ട് ഔറത്ത് വെളിവാക്കൽ ഹറാമാണ്, അത് വേറെ. ഖുതുബ ആവണമെങ്കിൽ എന്ത് വേണം, ഔറത്ത് മറച്ചോളണം എന്നില്ല. പക്ഷേ എന്തുണ്ട് ചന്ദ്ര, നഅം, പക്ഷേ നഅം യുഅ്തബറു മിന ശുറൂത്തി ലിഅദാഇ സുന്നത്തി അൽ ഇസ്മാഉ വസ്സമാഉ വകൗനുൽ ഖുതുബത്തി അറബിയ്യതൻ. അതാ ആ ഖുതുബയുടെ സുന്നത്തുണ്ടല്ലോ, പെരുന്നാൾസ്കാരത്തിന്റെ സുന്നത്താളേത് ഖുതുബ. ആ സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം, അത് മറ്റുള്ള ആളുകൾ കേൾക്കുക, മറ്റുള്ള ആളുകളെ കേൾപ്പിക്കുക, അതുപോലെ തന്നെ അറബി ഭാഷയിലായിരിക്കുക, അതൊക്കെ വേണം. അതിന്റെ അർക്കാനുകളൊക്കെ അറബിയിലായിരിക്കലൊക്കെ ഷർത്താണ്. അതിന്റെ സുന്നത്ത് കിട്ടണമെങ്കിലേ അത് വേണം. അതല്ല ഇനി തീരെ ഖുതുബ നടത്തിയില്ല നിൽക്കുക, അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു, എന്നാലും പെരുന്നാൾ നിസ്കാരം സഹീഹാകും. സാധാരണ ജുമാക്ക് അങ്ങനല്ലല്ലോ. സാധാരണ ജുമാ സഹീഹാവണമെങ്കിൽ തന്നെ എന്ത് വേണം, 2 ഖുതുബ വേണം അല്ലേ. പെരുന്നാൾ നിസ്കാരത്തിനല്ല, പെരുന്നാൾ നിസ്കാരം സഹീഹാണെങ്കിൽ ഖുതുബ വേണ്ട. ഖുതുബ ഇല്ലാതെയും പെരുന്നാൾ നിസ്കാരം സഹീഹാകും. പക്ഷെ എന്താ, പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്താണ് ഇത് ഖുതുബ. ആ സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം, അത് അറബി ഭാഷയിൽ ആയിരിക്കണം, ഔറത്ത് മറക്കണം അല്ല, പിന്നെ ഇതെന്താണ്, മറ്റുള്ള ആളുകളൊക്കെ കേൾപ്പിക്കണം, അതൊക്കെ ഉണ്ടല്ലോ. അത് ആ സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. പിന്നെ ഫാത്തിഹ മെല്ലെ ഓതേണ്ട നിസ്കാരത്തിൽ ഇമാം സ്പീഡിൽ ഓതുന്നു, മഅ്മൂമിന് ഫാത്തിഹ പൂർത്തിയാക്കുവാൻ പറ്റുന്നില്ല. ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമുണ്ടോ? ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമാണ്, മസ്ബൂക്ക് അല്ല എങ്കിൽ. മസ്ബൂക്ക് വെച്ചാല് ഇങ്ങനെ ഇമാമിന്റെ റക്അത്തിൽ, ഇമാമിനോട് കൂടി ഇവൻ തുടർന്ന ആ റക്അത്തുണ്ടല്ലോ, ആ റക്അത്തിൽ ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് ഫാത്തിഹ പൂർത്തിയാക്കാൻ സമയം കിട്ടാത്ത ആളാണ്, അവരാണ് മസ്ബൂക്ക്. എങ്ങനെ, ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കാൻ സമയം കിട്ടാത്ത ആളുണ്ടല്ലോ, അവൻ മസ്ബൂക്കാണ്. അങ്ങനത്തെവനാണ് എന്ത് ചെയ്താൽ മതി, ആ തക്ബീറത്തിൽ എല്ലാം കിട്ടിയ ഉടനെ തന്നെ വേഗം ജിസ്മി മുതൽക്ക് ഫാത്തിഹ ഓതുക. അത് പൂർത്തിയാക്കുന്നതിന്റെ മുമ്പായിട്ട് ഇമാം റുക്കൂ ചെയ്താൽ അവന് റുക്കൂ ചെയ്യാം. പിന്നെന്ത് വേണ്ട, അവൻ ഫാത്തിഹ പൂർത്തിയാക്കണ്ട, അവന്റെ ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് ഇമാം ചുമക്കുന്ന. നേരെ മറിച്ച് ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവന് ഫാത്തിഹ പൂർത്തിയാക്കാനൊക്കെ സമയം കിട്ടിയ ആളാണ്, പക്ഷെ അവന് പൂർത്തിയാക്കിയില്ല. എന്നാ എന്ത് ചെയ്യണം, അവൻ ഫാത്തിഹ ഓതു തന്നെ വേണം. അത് ഇമാമ് സ്പീഡിൽ ഓതിയ കാരനാണ് ഇവന് ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കാഞ്ഞത്. എന്നാൽ അവൻ എന്ത് ചെയ്യും, അവിടെ അവൻ മഅ്സൂറാണ്, ഉസ്റുണ്ട് അവന്. ത്വീലായ 3 റുക്കിന് വരേക്കും ആ ഫാത്തിഹ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ അവന് പിന്താം. അതായത് ഇമാം റുക്കുവിലേക്ക് പോയിരിക്കുന്നു, പിന്നെ അപ്പോൾ അവൻ ഫാത്തിഹ ഓതു തന്നെയാണ്. ഇമാം ഇഅ്തിദാൽ ചെയ്തു, പിന്നെ ഇമാം ആദ്യത്തെ സുജൂദ് ചെയ്ത് സുജൂദിന്റെ ഇടയിൽ ഇരുത്തം ഇരുന്നു, രണ്ടാമത്തെ സുജൂദും ചെയ്ത് ആ രണ്ടാമത്തെ സുജൂദിന് പിന്നെ തല ഉയർത്തുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്താൽ മതി, ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂ ചെയ്താൽ മതി. എങ്ങനെയാവുമ്പോ അവൻ ഉസ്റുള്ളവനാണെങ്കിൽ, ഉസ്റുള്ളവൻ വെച്ചാൽ ഇമാമ് ഭയങ്കര സ്പീഡിലാണ് ഓതിയത്, ഇവന് അങ്ങനെ എന്ത് ചെയ്ത് ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിച്ചത്, ഇവനാണെങ്കിൽ പെട്ടെന്ന് ഓതാൻ സാധിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോ ഈ ഫാത്തിഹ പൂർത്തിയാക്കാതെ പിന്തുന്നത് ഉസ്റോട് കൂടിയാണെങ്കിൽ ത്വീലായ, അതായത് 2 സുജൂദിനുള്ള ഇരുത്തം ഇഅ്തിദാലൊന്നും ത്വീലല്ല, അതൊന്നല്ലാത്ത പിന്നെ റുക്കുനുണ്ടല്ലോ, റുക്കൂഇ സുജൂദ് പോലെയുള്ള അങ്ങനെയുള്ള 3 റുക്കിന് കൊണ്ടുവരേക്കും അവന് പിന്താം. 3 റുക്കിനേക്കാളും അധികമുള്ളത് കൊണ്ട് പിന്താൻ പാടില്ല എന്നേ ഉള്ളൂ.
അപ്പൊ അതാണ് ഇതിന്റെ വിഷയം. ഏതായാലും ശരി, ഫാത്തിഹ ഓതണം. ഇനി മൂന്നാമത്തെ റുക്കിൽ നിന്ന് അവൻ ഇമാം എഴുന്നേറ്റു, അപ്പോഴും അവന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ. എന്നാ പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ വേഗം അവൻ ഇമാം എന്തോ നിലക്കാണോ വരുന്നത് അങ്ങോട്ട് അവനും പോകണം. അത്തഹിയാത്തിന് നിൽക്കുകയാണ് ഇവനും അത്തഹിയാത്തിന് നിൽക്കണം. ഇമാം എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇവനും പിന്നെ ആ ഇമാമിനോട് കൂടെ തുടരണം. പക്ഷെ ഇമാം സലാം വിട്ടി കഴിഞ്ഞാൽ പിന്നെ റക്അത്ത് കൊണ്ട് നിസ്കരിക്കണം എന്ന് മാത്രം. കാരണം ഈ റക്അത്ത് അവന് കിട്ടിയിട്ടില്ലല്ലോ. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെന്താണ്? പെരുന്നാൾ നിസ്കാരം നിബിത്തങ്ങൾ മുടി. നിബിത്തങ്ങളും ഇതുവരെ മുടിന്റെ സംശയം തീർന്നില്ലേ? നിബിത്തങ്ങൾ മുടഞ്ഞു വെച്ചിരുന്നു എന്ന് നജീബ് മൗലവി പറയുന്നു. അത് ശരി തന്നെയാണ്. അതിന്റെ അർത്ഥം സാധാരണ മുടി മുടഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളന്മാര് നടക്കാന്നല്ലേ. എന്തൊരു കഷ്ടാലേ ഇതൊക്കെ ഈ രീതിയിലൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാല്. റസൂല മുടി മുടഞ്ഞിട്ടാണ് ഏത് നേരത്തെ റസൂല മുടി ഇങ്ങനെ മുടഞ്ഞിട്ട് നടക്കായിരുന്നു? ഹജ്ജത്തുൽ വദാഇൽ അല്ലേ, അല്ല മക്കാ ഫതഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഞാൻ കണ്ടു മുടി 4 എതളായിട്ട് ഇങ്ങനെ മുടഞ്ഞിട്ടതായിട്ട് കണ്ടു എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ടുണ്ടല്ലേ. അങ്ങനത്തെ അല്ല അത് അതാണ്. അതെ ഹജ്ജത്തുൽ വദാ അല്ല, അത് പിന്നെ മക്കാ ഫതഹ് എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട റസൂലും സഹാബത്തെ മക്ക ഫതഹ് ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കുന്നത്. മക്ക അവരുടെ രാജ്യമാണ്. ആ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോയതാണ്. ബഹുമാനപ്പെട്ട റസൂലും സഹാബത്തൊക്കെ പാടെ മക്കയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ യുദ്ധം നടന്നില്ല. മക്കാരാകൻ പിന്നെ യുദ്ധം ചെയ്യാത്തതിന് അവരെന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. യുദ്ധം നടന്നില്ല. പക്ഷെ പോയതെന്തിനാണ്? യുദ്ധത്തിന് വേണ്ടിയാണ്. സകലമാന ഒരുക്കത്തോടു കൂടി തന്നെയാണ് പോയിട്ടുള്ളത്. ഒരു യുദ്ധത്തിന്റെ ഒരുക്കത്തിൽപ്പെട്ടാണ് ഏത്? പിന്നെ തലമുടിയൊക്കെ ശരിക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ മുടി മുഖത്ത് വരാൻ പറ്റൂല്ലോ അല്ലെ, മുഖം മറയാൻ പറ്റൂല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്ക് മുടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ശരിക്ക് തല അടക്കി കെട്ടുക, ശരിക്ക് അടക്കി കെട്ടുക. പക്ഷെ അപ്പൊ തലയെ കെട്ടാൻ കഴിഞ്ഞാലോ അപ്പൊ വീണ്ടും ഇത് വരൂലേ. അപ്പൊ എന്ത് ചെയ്യുക? തലമുടിയൊക്കെ ശരിക്കും കെട്ടി വെക്കുക. കൂടുതൽ മുടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് മടങ്ങിയിടുക ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിന്റെ മേലെ എന്ത് ചെയ്യുക? അണ്ട് തലക്കെട്ട് കിട്ടുക. എന്നാ പിന്നെ അഥവാ തലക്കെട്ട് കഴിഞ്ഞ് വീണാലും ഈ മുടി മുഖത്തേക്ക് വരൂലല്ലോ. അതിനുവേണ്ടിയൊക്കെ മടഞ്ഞു വെക്കുക. അതൊക്കെ യുദ്ധത്തിന്റെ ആ ഒരുക്കത്തിൽപ്പെട്ട ഓരോരോ പരിപാടിയാണ്. മക്കാ ഫതഹിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ അങ്ങനെ 4 ഗദലായിട്ട് മുടങ്ങിട്ടിരുന്നു. 4 ഗദലായിട്ട് മുടങ്ങിട്ടിരുന്നു പറയുമ്പോൾ ചില പൊട്ടന്മാർ മനസ്സിലാക്കി അത്രമാത്രം മുടി ഉണ്ടായതുകൊണ്ടാണ്. അല്ല, 4 ഗദലായി മുടങ്ങിട്ട് അതിന്റെ അർത്ഥം മുടി വലിപ്പം ഇല്ല എന്നതിന്റെ അർത്ഥം. എന്താ പറ്റും എനിക്ക് മനസ്സിലാവാത്താവോ? കൂടുതൽ മുടി ഉണ്ടെങ്കിലാണ് ഒറ്റ ഗദലായിട്ട് മുടഞ്ഞിടാൻ സാധിക്കുക അല്ലെ? സാലിഹ് ഒറ്റപ്പാത്തിന് അറിയില്ല വിഷയം. കൂടുതൽ മുടി ഉണ്ടെങ്കിലേ വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ, പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലേ, കുട്ടികൾ ഒറ്റ ഗദലായിട്ട് മുടഞ്ഞു വിടും. കാരണം എന്താണ്? അവർക്ക് തോനെ മുടിയുണ്ട്. അത് കണ്ടിട്ട് ചെറിയ കുട്ടികൾ കാര്യം. നമ്മളിപ്പൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ കുട്ടികൾ കാര്യം. നിന്റെ മുടി മുടഞ്ഞിട്ട് തരണേ കണ്ട് കുട്ടികൾ കാര്യം. അപ്പൊ വെള്ള തലമ മുടിണ്ടാ. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? മുടി മുടഞ്ഞിട്ട് താത്താടെ മുടിമാതിരി മുടഞ്ഞിട്ട് തരണം എന്നാ പിന്നുള്ളത്. താത്താടെ മുടി ഒറ്റ തലമായിട്ടാണ് മുടഞ്ഞിട്ടിരിക്കണത്. അത് താത്താക്ക് തോനെ മുടി ഉണ്ടായതുകൊണ്ടാണ്. ഇത് വെളുക്കതിനത്ര മുടിച്ചല്ലോ. അപ്പൊ ഉമ്മ എന്താ ചെയ്യാ? കുറച്ച് മുടിനെടുക്കും അല്ലെ, കുറച്ച് ഭാഗത്ത് കുറച്ച് മുടിനെടുക്കും, എന്നിട്ട് അവിടെ നിന്ന് മുടഞ്ഞിട്ടെടുക്കും. പിന്നെ ആ ഒരു സൈഡിൽ കുറച്ച് മുടിനെ കൂട്ടിപ്പിടിക്കും, അതൊന്ന് മുടഞ്ഞിട്ടെടുക്കും. പിൻഭാഗത്തെ മുടിയൊന്ന് കൂട്ടിപ്പിടിക്കും, എന്നിട്ട് അതൊന്ന് മുടഞ്ഞു. അങ്ങനെ 3-4 എതറായിട്ടാണ് മുടഞ്ഞിട്ടെടുക്കാൻ പറ്റുള്ളൂ. അത് മുടി തോനില്ലാത്തതിന്റെ പേരില്ല. മുടി കൂടുതലുണ്ടെങ്കിൽ ഒറ്റ എതറായിട്ട് മുടഞ്ഞിടാം. ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ ഫതഹിന് പോയപ്പോൾ യുദ്ധത്തിന് പോയതാണ്. അപ്പോൾ ആ യുദ്ധത്തിന്റെ ഒരുക്കം എന്ന നിലക്ക് മുടിയുള്ള മുടി എന്ത് ചെയ്ത് 4 എതറായിട്ട് അവിടെ മുടി പിരിച്ച് കെട്ടി വെച്ച് അതിന്റെ മേലെ നന്നായിട്ട് തലകെട്ട് കെട്ടും ചെയ്ത്. അതാണ് ഈ പറഞ്ഞിട്ട്. അത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ഭയങ്കര ഇവല്ല ആ നീണ്ട മുടി ഉണ്ടല്ലോ, അത്ര നീളമുള്ള മുടി ആയിരുന്നു എന്നുള്ളത് വെട്ടി തീർക്കാൻ വേണ്ടി
തെളിവുകൾ വളച്ചൊടിക്കുന്ന വളരെ ഒരു ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ അതൊക്കെ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഈ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാനാലേ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ തസബുറാക്കുമ്പോ അല്ലേ, അപ്പൊ ആ നീണ്ട മുടിയുണ്ടല്ലോ, ആ മുടിയൊക്കെ പാടുള്ള ആളായിരുന്നു റസൂലിന്റെ ചന്തിന് താഴൊക്കെ മുടിയുള്ള ഒരാളായിരുന്നു റസൂലിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോ അല്ലെ, ഈ രീതിയിലുള്ള അങ്ങനെയുള്ള നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് വരിക. ഈ ഒരു വളരെ ഒരു വിഷമകരമായ ഒരു വിഷയമാണ്. സലഫു സാലിഹ്യങ്ങളായ പല ഈ ആളുകളുടെയും ഫോട്ടോ കണ്ടല്ലോ ഇവിടെ, വെറുതെ ഇല്ല സാങ്കല്പിക ഫോട്ടോ ഒക്കെ അല്ലെ, സാങ്കല്പിക ഫോട്ടോ ഒക്കെ ഇങ്ങനെ ചില ഡിക്ഷണറികളൊക്കെ അൽമുജിലൊക്കെ തന്നെ കാണാം. ഇപ്പോ റിഫായിൻ ഷെയ്ഖിന്റെയും മുഹിദ്ദീൻ ഷെയ്ഖിന്റെയും അതുപോലെ തന്നെ ഉവൈസുൽ ഖർണിന്റെയും അത് ഇങ്ങനത്തെ ഫോട്ടോ അത് വെറുതെ ഒരു സാങ്കല്പിക ഓരോ ഫോട്ടോ ആണ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ മുഹിദ്ദീൻ ഷെയ്ഖ് പറയുമ്പോൾ അത് ആ രൂപം ഇങ്ങോട്ട് വരികയാണ്. അതും മുഹിദ്ദീൻ ഷെയ്ഖ് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതൊക്കെ വല്ലാത്തൊരു ഗൗരവമുള്ള വിഷയമാണ് അതൊക്കെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ തസവ്വുറാക്കും. റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊന്നും അങ്ങനെ വരണമൊന്നുമില്ല അല്ലേ. ഈ ഇവലൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലെ, ഈ 70 സെന്റിമീറ്റർ ചന്തിന്റെ ഒക്കെ താഴെ തൂങ്ങിക്കിടക്കുന്ന ഒരു മുടിയൊക്കെ വെച്ചിട്ട് പെണ്ണുങ്ങളമാരിങ്ങനെ നടക്കുക. എന്തൊരു കഷ്ടാണ് ഈ രീതിയിലൊക്കെ പറയാൻ. എന്നാലും അതൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹദീസിന്റെ കിതാബുകളിലൊക്കെ അതിന്റെ വലിപ്പം എത്രയായിരുന്നു എന്നൊക്കെ ശരിക്കും വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും വിവരിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ അതൊക്കെ നമ്മൾ എത്ര പറഞ്ഞതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, കാന ലാ യുജാവിസു ശഅറുഹു ഉസ്നൈഹി എന്ന്. അൻസ് റളിയല്ലാഹു അൻഹു പറയാ. അൻസ് ബിൻ മാലിക് എന്നാണ് ആരാ? റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ ഖാദിമ. അൻസ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള റിപ്പോർട്ടാണ് എന്ത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുജാവിസു ശഅറുഹു ഉസ്നൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി റസൂലുള്ളാഹിന്റെ ചെവിന്റെ അപ്പുറം വിട്ട് കടന്നിരുന്നില്ല. ചെവി വരെ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെയും അപ്പുറത്തേക്ക് തൂങ്ങിയിരുന്നില്ല റസൂലുള്ളാഹിന്റെ മുടി എന്ന് ഒരു ഹദീസിൽ അങ്ങനെ കാണാം. വേറെ ഹദീസിലുണ്ടല്ലേ, ചെവിന്റെയും പെരടിന്റെയും കൂടി ചുമലിന്റെയും കൂടി ഇടയിലായിരുന്നു എന്നുണ്ട്. ചെവിന്റെയും ചുമലിന്റെയും കൂടി ഇടയിൽ, ചെവിമണ്ണ വിട്ട് ചുമൽക്കണ്ട് എത്തിയിട്ടില്ല, ആ രീതിയിലായിരുന്നു എന്ന് വേറെ ഹദീസ് റിപ്പോർട്ടിലുണ്ട്. വേറൊരു ഹദീസിൽ ഉണ്ട് എങ്ങനെ എന്ത്, കാനലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅറുൻ യദ്രിബു മൻകിബൈഹി. റസൂലുള്ളാഹിന്റെ ചുമലുമങ്ങ തട്ടിയിരുന്നു, ഇങ്ങനെ അടിച്ചിരുന്നത് നടക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ ഈ ചുമലുമനൊക്കെ ഇങ്ങനെ തട്ടുന്ന രീതി, അതിങ്ങനെ ഇങ്ങനെ അത്ര നീളണ്ടായിരുന്നു എന്നുണ്ട്. അതിനേക്കാളും അപ്പുറം നീളമുള്ള ഒരു ഹദീസും ഇല്ല. 2-3 രീതിയിലാണ്. ഒന്ന് റസൂലുള്ളാഹിന്റെ ചെവി വരെയായിരുന്നു, ചെവിന്റെയും അപ്പുറത്തേക്ക് പോയിരുന്നില്ല എന്ന ഹദീസുണ്ട്. പിന്നെ ചെവിയുടെയും ചുമലിന്റെയും ഇടയിലായിരുന്നു എന്ന ഹദീസുണ്ട്. പിന്നെ വേറെ ഹദീസ് എങ്ങനെയുണ്ട്, ചുമലും അങ്ങനെ തട്ടിയിരുന്നു, കാരണം യദ്രിബു മൻകിബൈഹി എന്നും ഉണ്ട്. ചുമലും അങ്ങനെ അടിച്ചിരുന്നു, അങ്ങനെ തട്ടിയിരുന്നു എന്നും ഹദീസുണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ നീളത്തെ കുറിച്ച് ഹദീസിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉലമാക്കള് അത് ജംഅ ചെയ്തിട്ടുണ്ട് അല്ലെ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ ജംഅ ചെയ്തിട്ടുണ്ട്. അത് ഈ 3 രീതിയിൽ വന്നത്, അത് വെട്ടിയ റസൂലുള്ളാഹി മുടി വെട്ടിയ ഉടനെ ഉള്ള നീളമാണ് ചെവി വരെയായിരുന്നു എന്നുള്ളത്. പിന്നെ വെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷമുള്ള അവസ്ഥയാണ് ചുമലിന്റെയും പിന്നെ ഈ മുടിന്റെ ചെവിന്റെയും കൂടി ഇടയിലായിരുന്നു എന്നുള്ളത്. വെട്ടാൻ വൈകിയ സമയത്തുള്ള ഹദീസാണ് ഇത്. അത് കണ്ട ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ചുമലുമങ്ങ തട്ടിയിരുന്നെന്ന്. അതിനേക്കാളും അപ്പുറം ഒരിക്കലും റസൂലുള്ളാഹിന്റെ മുടി വളർന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമാ ആ ഹദീസുകളെ ജംഅ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ഇതാണ് ഏത് മുടഞ്ഞിട്ടിരുന്നു പറഞ്ഞത് ഇങ്ങനെയാണ്. അത് വലിപ്പമില്ലാത്ത എന്താണ് 4 ഇതായിട്ട് മുടഞ്ഞിട്ടു എന്ന് പറഞ്ഞത് വലിപ്പം ഇല്ലാന്ന് അത് അറിയിക്കൊള്ളൂ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ നെഞ്ച് വരെ തൂങ്ങി നിൽക്കാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. നെഞ്ച് വരെ തൂങ്ങി ആക്കോട്ടെ, നെഞ്ച് വരെ തൂങ്ങി നിന്നോട്ടെ. നെഞ്ച് വരെ നിങ്ങൾ ഈ നമ്മുടെ തലയുടെ മുമ്പാകത്തുള്ള മുടി പിന്നിലേക്ക് വാർന്നിടുമ്പോൾ പെരടി തട്ടുണ്ട് നിൽക്കുക. നമ്മുടെ തലയുടെ മുമ്പാകത്തുള്ള മുടിയെ ഇങ്ങനെ പിന്നിലേക്ക് വാർന്നിടുമ്പോൾ
നമ്മുടെ പെരടിയിൽ തട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുമലുമങ്ങ തട്ടുന്നുണ്ട്. ആ മുടി മുമ്പിലേക്ക് തൂക്കിയാൽ നെഞ്ചിമ്മ തട്ടൂലേ? നിങ്ങൾക്ക് മനസ്സിലാകണ്ട? നമ്മുടെ നെറ്റിയുടെ നേരെ മേലെ തലയുടെ മുമ്പാകത്തുള്ള മുടി പിന്നിലേക്ക് വാർന്നിടുമ്പോൾ എവിടെ എത്തുന്നുണ്ട്? ചുമലുമ തട്ടുന്നുണ്ട്. ആ മുടി നമ്മൾ എന്ത് ചെയ്യാണ്? എന്നിട്ട് മുമ്പിലേക്ക് തൂക്കിയിട്ട് നെറ്റിമ തട്ടുമല്ലോ, അല്ല നെഞ്ചുമ തട്ടുമല്ലോ. അതിപ്പോ ഇത്ര നെജുമോല് ഇത്ര ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പല്ലേ 70-80 സെന്റിമീറ്റർ നീളമുള്ള മുടി ആകാണില്ല, നെഞ്ചുമൽക്കുമല്ല തട്ടേ, ചന്തിന്റെയും താഴ്ഭാഗത്തും താഴെ ഉണ്ടാകും. എന്താ ഇപ്പൊ ഇയാൾക്ക് പറ്റിയാവോ അല്ലെ? ഇയാൾക്ക് ഇപ്പൊ എന്താ പറ്റിയാവോ? പണ്ട് ഇസ്മായിൽ സഖാഫി പറഞ്ഞിരുന്നു, പിന്നെ കോഴിക്കോട് നിന്ന് വടക്ക് എവിടേക്കാണ് ഈ ബസ് കയറുമ്പോ വണ്ടി വിടുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ എത്തിയാലും ഒന്ന് സ്പീഡ് കൂട്ടേണ്ടതുണ്ട്. അവിടെ സ്പീഡ് കുറച്ചാൽ ചില അത് പിടികൂടും മനുഷ്യന്മാരെ. നമ്മള് അറഫേന്ന് മടങ്ങുമ്പോ ഉണ്ടല്ലേ, മുസ്ദലിഫയിലെ മറ്റേ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹദീസിന്റെ കിതാബുകളിലെ കാണാം, ഒട്ടകത്തെ ഒന്ന് സ്പീഡ് കൂട്ടൽ സുന്നത്തുണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് വരുന്ന സമയത്ത് ഒട്ടകത്തെ അവിടെ എത്തിയാല് ആ രണ്ട് മലയുടെ ഇടയിലുള്ള സ്ഥലം ഉണ്ടല്ലോ, എന്താ അതിന്റെ വാദി മഹസറ, എന്താ അതിന്റെ പേര്? ഞാൻ ഇപ്പൊ മറന്നിക്കണൊക്കെ. അവിടെ എത്തിയല്ല അതങ്ങനെ തന്നെ. അവിടെ എത്തിയ ഒട്ടകത്തിന് സ്പീഡ് കൂട്ടുക. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്തേ അവിടെ എത്തിയാലും അന്ന് വണ്ടിയുടെ സ്പീഡ് കൂട്ടണ്ടാണ്. നജിമോലിയും സ്പീഡ് കുറച്ചോ സംശയമുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ഓരോ വാദമായിട്ട് വരുന്ന ചില ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾക്ക് അത് കൂടുതൽ സഹായം നൽകുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു മോശപ്പെട്ട ഏർപ്പാടാണെന്ന് മാത്രമാണ് ഇപ്പോൾ സംബന്ധമായി ഇപ്പൊ പറഞ്ഞുള്ളൂ. ഏതായാലും ശരി, നിങ്ങളുടെ വാദമൊക്കെ പൊളിവാണ്. മുടങ്ങിട്ടിയെന്നുള്ളതും നിങ്ങളുടെ പിന്നെ മുടി നീളം ഇല്ലാന്ന് അറിയിക്കൊള്ളൂ. നെഞ്ചിലേക്ക് തൂങ്ങിക്കിടന്നു പറഞ്ഞത് തന്നെ പെരടിയിലേക്ക് എത്തുന്ന മുടി മുമ്പിലേക്ക് മറിച്ചിടുമ്പോൾ അത് നെഞ്ചിലേക്ക് എത്തും. ഏതായാലും ഈ 70-80 സെന്റിമീറ്റർ നീളം അതിനുള്ള അവനൊക്കെ 10-15 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടായാൽ മതി. അതിനൊക്കെ ഒരു 15 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടായാൽ തന്നെ നെഞ്ചിലേക്ക് എത്തും. ഇതല്ല, ഇത് 70-80 1 മീറ്ററും 6 സെന്റിമീറ്റർ വരേക്കും ഉള്ളത് പോലും പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേ എന്താ എവിടെയാണ് മറ്റേ സുഡാനിൽ കൊണ്ടുപോയപ്പോ ഉള്ള അതിനെ കുറിച്ച് നെറ്റിലൊക്കെ അങ്ങനെയുള്ളത്. നജീബ് മൗലവിന്റെ ആ വിടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട MT ദാരിമിന്റെ മുമ്പിലൊക്കെ പൊളിഞ്ഞു അല്ലല്ലേ. ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാനെ കുറിച്ച് മുമ്പ് കുറച്ച് എഴുതി. MT ദാരിമി അതിന് മറുപടി ഇങ്ങനെ എഴുതിയിരുന്നു അല്ലേ. അവസാനാണ് MT ദാരിമി കിതാബിന്റെ നക്കലുകളൊക്കെ വിട്ടുകൊടുത്തത്. ഫീ മവാളിഅ എന്നുള്ളത്, യജൂസു തഅദ്ദുദു ഫീ മവാളിഅ എന്നുള്ളത് ഭാഗത്ത് അവസാനം. അതോടുകൂടി നജീബ് മൗലവിന്റെ ലേഖനം നിന്ന് പിന്നെ. അപ്പൊ അതൊക്കെ ആ വിടലേറ്റൊക്കെ അധിക കാലം നിലനിൽക്കൂല എന്നാണ് നജീബ് മൗലവിനെ അറിയിക്കാനുള്ള ആ വിഷയത്തില്. പിന്നെന്താണ് നബിതങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തില്ല എന്നത് കിതാബിൽ ഇല്ല എന്നും നജീബ് പറയുന്നു. എന്താണ് കത്തിച്ചാൽ കത്തില്ല എന്ന് നജീബ് പറയണ്ട. കിതാബുണ്ടല്ലോ സീറത്ത്, ഇതിലുള്ളത് സീറത്തുൽ ഹലബിയയിലുണ്ട്. കിതാബ് ജനങ്ങൾ നജീബ് പറഞ്ഞാൽ മതിയാണ്. വഅന്നഹു ലാ യഹ്തരിഖുന്നില്ല, സീറത്തുൽ ഹലബിയ തന്നെയല്ലേ? അതെ. വഅന്നഹു ഇദാ ബഖഅ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി ലാ യഹ്തരിഖു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയിൽ നിന്ന് കുറച്ച് ഒരു മുടി എന്ത് പിന്നെ വല്ല ശൈഉം തീയിൽ വീണു, എന്നാൽ ലാ യഹ്തരിഖു, അത് കത്തുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സീറത്തുൽ ഹലബിയയിൽ പറഞ്ഞിട്ട്. സീറത്തുൽ ഹലബിയയിൽ മാത്രമല്ല, വേറെയും കുറെ ഇതിലൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ആരാണ് കിതാബിന്റെ യൂസുഫ് നബഹാന്റെ കിതാബിനാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ ഇത്ര ഓർമ്മയില്ല. പിന്നെ ഒരു കിതാബിലുണ്ട് ഇങ്ങനെ അബ്ദുല്ലാഹിബിന് അബു അബ്ദുള്ള, പിന്നെ എന്തായാലും എനിക്ക് ഫുള്ളായിട്ടൊന്നും അറിയുന്നില്ല. അവരൊക്കെ ഒരു യുദ്ധത്തിനോ അല്ല എന്താണ് എന്തൊരു വിഷയത്തിലാണ് അങ്ങനെ മുസ്ലിങ്ങളും കാഫിര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ കാഫിര്യങ്ങൾ പിടികൂടി. ഒരു യുദ്ധത്തിലേ മുസ്ലിങ്ങളൊക്കെ കാഫിര്യങ്ങൾ പിടികൂടി. അങ്ങനെ എല്ലാ മുസ്ലിങ്ങളെയും അവർ കൊന്നു, എല്ലാരെയും കൊല്ലുകയാണ്, നടന്നു കൊല്ലുകയാണ് അവർ. എന്നിട്ട് ആ ശവമൊക്കെ കണ്ട് കൂട്ടിയിട്ടിട്ട് അതിന്റെ മേൽ അങ്ങോട്ട് ആ ശവമൊക്കെ കത്തിക്കും ചെയ്തു.
മുസ്ലിങ്ങളെ കൊന്നിട്ട് ആ മുസ്ലിങ്ങളുടെ മയ്യത്തൊക്കെ കണ്ട് കൂട്ടിയിട്ടിട്ട് ശവം എന്ന് പറയരുതില്ലേ, മുസ്ലിങ്ങളുടെ മയ്യത്താണ്ട് കൂട്ടിയിട്ടിട്ട് അതൊക്കെ കത്തിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ മയ്യത്തും കത്തി. ഫബഖിയത്ത് യദു അഹദിഹിം ലം തഹ്തരിഖ് വഹിയ ഖാരിജത്തും മിനൻ നാരി മദ്മൂമതൻ. അങ്ങനെ ഒരു കൈ കത്തുന്നില്ല, എല്ലാം കത്തിപ്പോയി. ഒരു കൈ മാത്രം കത്തിയില്ല. അതെന്താ? അത് കത്താതെ നിന്ന് കെടുക്കാണ്. അപ്പൊ അവര് വീണ്ടും വീണ്ടും കത്തിച്ചു നോക്കി, എന്നിട്ടും കത്തുന്നില്ല. കുല്ലമാ അൽഖൂ അന്നാറ അലൈഹ വഹിയ ലാ തഹ്തരിഖ്, വീണ്ടും വീണ്ടും അതിന്റെ മേലെ തീയിട്ട് നോക്കുന്നുണ്ട് ആ കൈയിന്റെ മേലെ, എന്നിട്ടും ആ കൈ കത്തുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത്? ആ കൈയാണ് ഇതിനെ കൂട്ടിപ്പിടിച്ചിട്ടാ കെടുക്കുന്നതും. അപ്പൊ ഫഫതഹു യദഹു, അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? ആ കാഫിര്യങ്ങള് ആ കയ്യൊന്ന് തുറന്നു നോക്കി. ഫൈദാ ഫീഹാ ശഅറാത്തുൻ മിൻ കരീമതിഹി സ്വലവാത്തുല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ ആ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിണ്ടായി കയ്യിൽ. സുൽത്താന്റെ കൊന്ന ആളുകളുടെ മയ്യത്തൊക്കെ കത്തിച്ച് ഇയാളുടെ കൈ മാത്രം കത്തിയില്ല. വീണ്ടും വീണ്ടും കത്തിച്ചു നോക്കിയിട്ടും കത്തുന്നില്ല, കൈ കത്തുന്നില്ല. വീണ്ടും തീ കോരിട്ട് നോക്കി കൈയിന്റെ മേലെ, എന്നിട്ടൊന്നും അത് കൈ കത്തുന്നില്ല. അപ്പൊ കൈയാണ് ഇതിനെ കൂട്ടി പിടിച്ചിട്ടാ കിടക്കുന്നത്, മുറുക്കി പിടിച്ചിട്ടാ കിടക്കുന്നത്. കയ്യൊന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ കുറച്ച് മുടിയുണ്ട്. ആ മുടിയാണെങ്കിലോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന കാര്യം അപ്പോൾ മനസ്സിലായി. അങ്ങനെ സുൽത്താൻ മസ്ഊദ് അത് ആ മുടി എടുത്തുന്ന അന്നത്തെ ഭരണാധികാരി മസ്ഊദ് ആ മുടി എടുക്കുകയും അദ്ദേഹം ഒരു ഐക്കലിൽ ആ മുടി ആക്കുകയും ചെയ്തു. സ്വർണത്തിന്റെ കൂട് ഐക്കൽ കൂട്, അതിൽ ആ മുടി ആക്കി വെക്കുകയും ചെയ്തു എന്ന് താരിഖ് ബഗ്ദാദിലുണ്ട് ആ വിഷയം. താരിഖ് ബഗ്ദാദിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അതിൽ അത് ഉണ്ടാ ഈ സംഭവം. അപ്പൊ നജീമോലിക്ക് ഇപ്പൊ എന്താണ് കാണാവല്ലേ? അയാളൊക്കെ ആർക്കും തിരിയില്ല ആ വിഷയമൊന്നും. അത്ര പറഞ്ഞാൽ നമുക്ക് പറയാം. പിന്നെ ഇനിയിപ്പോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് നജീബ് മൗലവിക്ക് ഉറപ്പുണ്ടെങ്കിൽ നജീബ് മൗലവി എന്തുകൊണ്ട് ബോംബെ വരെ ഒന്ന് പോയിട്ട് കുറച്ച് മുടി വാങ്ങിക്കൊണ്ടില്ല ആണ് ഇപ്പൊ നമുക്ക് അല്ലേ? നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിക്കാൻ ചോദ്യമാണ്. ഇപ്പൊ നജീബ് മൗലവിനോടും ചോദിക്കേണ്ടി വരികയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് ഉറപ്പാണെങ്കിൽ എത്രയും വേഗം ട്രെയിൻ കയറണ്ടേ പിന്നെ ബോംബെയിലേക്ക്. എന്നിട്ട് എന്ത് വേണം? കുറച്ച് മുടി നജീബ് മൗലവി വാങ്ങിക്കൊണ്ടിരണം. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം ഒരു കയ്യിൽ ഒരാളുടെ കൈ. ബഹുമാനപ്പെട്ട ഫുഖഹാ ഉലമാക്കൾ പറയാണ്, ലൗ വളഅ ശഅറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ മുടി വെച്ചു. ഔ അസാഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വടി. ഔ സൗതഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ചാട്ട. അല ഖബ്രിൻ ആസിൻ, ഒരു ദോഷിയായ ആളുടെ ഖബറിൽ വെച്ച് നിൽക്കുക. ലനജാ ദാലികൽ ആസി ബിബറകാതി തിൽക ദഖീറതി മിനൽ അദാബീന, ആ ദോഷിയായ മനുഷ്യൻ അയാൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട ഉലമാ പറഞ്ഞ എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോ ലൗ വളഅ ശഅറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അസാഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വടി കിട്ടി നിൽക്കുക, ആ വടിയോ ഔ സൗതഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ചാട്ടവാറോ, അതല്ലെങ്കിൽ റസൂൽ പിന്നെ എന്ത് ചെയ്ത് ഒരാൾക്ക് കിട്ടി. അങ്ങനെ അയാൾ എന്ത് ചെയ്ത്? ഒരു ദോഷിയായ മനുഷ്യന്റെ ഖബറിൽ വെച്ചു. റസൂലുള്ളാഹിന്റെ മുടിയോ വടിയോ ചാട്ടെ എന്തെങ്കിലും റസൂലുള്ളാഹിന്റെ ഈ ദോഷിയായ മനുഷ്യന്റെ ഖബറിൽ വെച്ചു നിൽക്കുക. എന്നാൽ ലനജാ ദാലികൽ ആസി, ആ ദോഷിയായ മനുഷ്യൻ രക്ഷപ്പെടും. മിനൽ അസാബി, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുന്ന. അപ്പൊ ഇവർക്കാർക്കും പൂജയൊന്നും ചെയ്യാം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും നല്ലൊരു എളുപ്പമാർഗം ബോംബെ പോയാലാണ് എല്ലാവർക്കും കിട്ടുന്നത്. പൈസ കൊടുത്താൽ എല്ലാവർക്കും കിട്ടും. എന്നിട്ട് കുറച്ച് മുടി വാങ്ങി കൊടുത്തിട്ട് നജീബ് മൗലവിയും പിന്നെ അയാളെ ഭാര്യയും കുട്ടികൾക്കൊക്കെ ഖബറിൽ വെക്കണമെന്ന് പൂജയൊന്നും ചെയ്യേ. വെറുതെ തൊള്ളോണ്ട് ഓരോന്നിങ്ങനെ പറയണേ. വിശ്വാസമില്ലേ, വെറുതെ പറഞ്ഞുണ്ടാക്കണെന്ന് അല്ലേ? വെറുതെ പറയണ അവർ വെറുതെ. അല്ലെങ്കിൽ അങ്ങനെ അത് വിശ്വാസം ഉണ്ടെങ്കിൽ വേഗം അവർ ചെയ്യേണ്ടത് ഇതായിരുന്നു. പിന്നെ പിന്നെന്താണ്?
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. തല തുറന്നു മയ്യിത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണെന്ന്. തല തുറന്ന് മയ്യിത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് കഫൻ ചെയ്യാതെ മയ്യിത്ത് നിസ്കരിക്കുക കറാഹത്താണല്ലേ. നമ്മുടെ കിതാബിലൊക്കെ, ഫിഖിന്റെ കിതാബിലൊക്കെ അങ്ങനെ ഉണ്ട്. മയ്യിത്ത് കുളിപ്പിച്ചിക്കണ്, കഫൻ ചെയ്തിട്ടില്ല. മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റൂല. എന്നാലും മയ്യിത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിക്കണ്, പക്ഷെ കഫൻ ചെയ്തിട്ടില്ല. എന്നാലും മയ്യിത്ത് നിസ്കാരം സഹിഹാണ്, പക്ഷെ കറാഹത്താണ്. ഇനി കഫൻ ചെയ്തിക്കണ്, പക്ഷെ മുഖം തുറന്നിട്ടിക്കണ്, അതും കഫൻ ചെയ്യാത്ത മാതിരി തന്നെയാണോ എന്നതിനെ കുറിച്ച് അറിയില്ല. ഏതായാലും അത് അങ്ങനെ ചെയ്തതായിട്ട് ഒരാളെ കുറിച്ച് പറയുന്നില്ലേ, അത് അയാൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല. അയാൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെ പ്രചരിപ്പിക്കണ്ടല്ലേ. ഒരു മഹാനായ ഒരു ആള്, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരാൾ മയ്യിത്തിന് ഇമാമത്ത് നിസ്കരിച്ചപ്പോ അയാളുടെ മുഖം കണ്ടുവന്ന്. ആ നിസ്കരിച്ച ആൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മുഖം തുറന്നിട്ടതായ വിഷയം അറിഞ്ഞിട്ടില്ല. ഒന്നുകിൽ അയാൾ കൈ കെട്ടിയതിനു ശേഷം വേറെ ആരും കാണാൻ വേണ്ടി പിന്നെ തുറന്നതാണോ എന്നറിയില്ല. അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ കൈ കെട്ടി, അതിനുശേഷം വേറെ ആരെങ്കിലും അയാൾക്ക് കാണാൻ വേണ്ടി മുഖം തുറന്നാണെന്ന് അറിയില്ല. അത് മയ്യിത്ത് നിസ്കാരത്തിൽ ശ്രദ്ധയുള്ള ആൾക്കാർ ഇപ്പോൾ നോക്കാൻ നിൽക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ, നമ്മളെ കുറിച്ച് ഇപ്പൊ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായി. മയ്യത്തിന്റെ മുഖം തുറന്നത് അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾ നിസ്കരിക്കുന്ന ആൾ അറിഞ്ഞിട്ടില്ല എന്ന്. ആ നിസ്കരിക്കുന്ന ആൾ അറിഞ്ഞിങ്ങനെ അയാൾക്ക് കറാഹത്താകുക. അയാളെ കള്ളി അറിഞ്ഞിട്ടില്ല. ആ നിസ്കരിക്കുന്ന ആളെ ആരാലും ശരി, ആ നിസ്കരിക്കുന്ന ആ ഇമാമത്ത് നിന്ന ആൾ അറിഞ്ഞിട്ടില്ല മയ്യത്തിന്റെ മുഖം തുറന്നത്. അത് ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ അയാൾ കറാഹത്ത് ചെയ്തിട്ടുള്ളത് ഉണ്ടല്ല. പക്ഷെ അത്തരം പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് വെച്ചൊരു വിന നോക്കിങ്ങളില്ലേ അല്ലേ? അതൊക്കെ ഉണ്ടാകും സഹോദര. അതൊക്കെ നോക്കാൻ ഒരാള് മൈസ്കാരൻ തെക്കിപ്പുറത്തിലേറാൻ കിട്ടുന്ന സമയത്ത് മുഖമൊക്കെ പിന്നെ ഒക്കെ മറച്ചിക്കണ്, പിന്നെ ഇയാൾ അള്ളാഹു തെക്കിപ്പുറത്തിലേറാൻ കിട്ടി. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ വന്ന് അയാൾക്ക് മുഖം കാണാൻ വേണ്ടി അയാളൊന്ന് തുറന്നു നോക്കി നിൽക്കുക, അങ്ങനൊക്കെ ഉണ്ടാവൂലേ? പിന്നെ മൈത്ത് കേൾക്കുന്ന ആളിപ്പോ ഞങ്ങോട്ട് നോക്കല, പിന്നെ അങ്ങോട്ട് നോക്കല പിന്നുള്ളത്. ഇങ്ങനൊക്കെ നിങ്ങൾ പ്രചരണം നടത്തിയപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വെച്ചൊരു വിന നോക്കണം. എന്താ ഉണ്ടായത്? വളരെ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു, അയാളുടെ മുഖം ആർക്കും കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഒരൊറ്റ കുട്ടിക്ക് മുഖം കാണിച്ചു കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്കാർക്ക് പോലും മുഖം കാണിച്ചു കൊടുത്തില്ല. ഇന്നലെ സൗദി അറേബ്യയിൽ നിന്ന് ഒരു തങ്ങൾ എനിക്ക് വിളിച്ചു. ആ മരിച്ച മഹാൻ അവറുകളുടെ പേരമക്കളിൽ പെങ്ങളുടെ പേരക്കുട്ടി മുഖം കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കരഞ്ഞു. മുഖം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ആ കുട്ടി കരഞ്ഞു. പാപ്പാന്റെ അല്ലാഹു സുബ്ഹാനഹു കാത്തു രക്ഷിക്കട്ടെ. അത് പോട്ടെ. ആളെ പേരൊന്നും ഇവിടെ പറയരുത്. ആരും ടെക്സ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഞാനിപ്പോ ആളെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഒരാൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വുളു ചെയ്ത് വരുമ്പോൾ അറിയാതെ അബദ്ധവശാൽ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമോ? അതൊക്കെ വുളു മുറിയും. അറിഞ്ഞുകൊണ്ട് തൊട്ടാലും അറിയാതെ തൊട്ടാലൊക്കെ അബദ്ധവശാലും വേണ്ടില്ല, ഇനി കരുതിക്കുട്ടി വേണ്ടില്ല. എങ്ങനെയാലും അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളു മുറിയും. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാലേ വുളു മുറിയും. അന്യ സ്ത്രീയാണ് ആര്? ഭാര്യ. ഭാര്യ അന്യ സ്ത്രീ ആയതുകൊണ്ടാണ് അവളെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റിയത്. നേരെ മറ്റ് സഹോദരനെ തൊട്ടാ വുളു മുറിയില്ല. കാരണം സഹോദരി അന്യവളല്ല, അതുകൊണ്ടാണ് അവളെ വിവാഹം കഴിക്കാൻ പറ്റാത്തതും അല്ലേ? സഹോദരിയെ തൊട്ടാ വുളു മുറിയില്ല, കാരണം അവൾ അന്യ പെണ്ണല്ല, അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാനും പറ്റൂല. ഭാര്യയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റിയത് അവൾ അന്യ പെണ്ണായതുകൊണ്ടാണ്. അപ്പൊ അവളെ തൊട്ടാ വുളു മുറിയും. അത് അറിയാതെയാണെങ്കിൽ വുളു മുറിയും. ഗൾഫിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വേറെ മദ്ഹബിലുള്ള ഇമാമുമാരെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ
അതുപോലെ തന്നെ തവാഫ് മുതലായവ ദുആ വസിയത്തോടെ. എന്തൊക്കെ പത് ഗൾഫിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളോ? ഗൾഫിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ അങ്ങനെ ഉണ്ടാകും. വേറെ മദ്ഹബിലെ, അത് ഗൾഫിലാവട്ടെ ഇനി നാട്ടിലാവട്ടെ എങ്ങനെ ശരി, വേറെ മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുകയാണ് നിൽക്കുക. ഇമാമ് നമ്മുടെ മദ്ഹബുകാരനല്ല, വേറെ മദ്ഹബുകാരനാണ്. എന്നാൽ അവിടെ പ്രശ്നമില്ല, അവിടെ തുടർന്ന് നിസ്കരിക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ ഇഅ്തിഖാദ് അനുസരിച്ച്, നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അയാളുടെ നിസ്കാരം ബാത്തിലാവരുത്. അങ്ങനെ ബാത്തിലായ നിസ്കാരം തുടർന്ന നിസ്കാരം സഹിയാവൂല. അത്രേ ഉള്ളൂ. അതായത് അയാളുടെ നിസ്കാരം ബാത്തിലാണ് എന്ന് നമ്മൾ അറിയാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇമാമ് പിന്നെ എന്തായാലും പറയാ, ഒരു ഇമാമ് ഒതുകൊടുത്ത് അല്ലെ, അയാൾ ഒതുകൊടുത്ത് ഇങ്ങനെ നിസ്കരിക്കാണ്ട് വരികയാണ്. ആ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഒരു അന്യ പെണ്ണ്, ആ അന്യ പെണ്ണിനെ തൊട്ട അയാള്, അങ്ങനെ അയാൾ പിന്നെ അയാൾ അല്ലാഹു അക്ബർ പറഞ്ഞു. ആ അന്യ പെണ്ണാന്ന കാര്യം ഇയാൾക്കറിയാം. അങ്ങനെ അന്യ പെണ്ണെ തൊട്ടിട്ടാണ് ആ ഇമാം നിസ്കരിക്കുന്നത്. അങ്ങനത്തെ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ആ ഇമാം ഒന്നുമില്ലാതെ നിസ്കരിക്കണത്. ഒന്നുമില്ലാത്ത ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചാൽ പറ്റൂല്ലോ. അപ്പൊ മഅ്മൂമിന്റെ വിശ്വാസം അനുസരിച്ച് ആ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാവരുത്. അത് അത്രേ ഉള്ളൂ. ഇനി ആ ഇമാമിനോട് തുറന്ന് നിസ്കരിക്കാം. ആ ഇമാമിന്റെ മദ്ഹബ് നമ്മളൊന്ന് തഖ്ലീദ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ ആ ഇമാമിന്റെ തുറന്ന് നിസ്കരിക്കാം. ആ ഇമാമ് വന്യസ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയുകയില്ല എന്ന് പറയുന്ന മദ്ഹബുകാരനാണ്. ഈ വിഷയത്തിൽ ഞാനും ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തിരിക്കുന്നു എന്നാൾ കരുതി അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആ മദ്ഹബിനെ അയാളും തഖ്ലീദ് ചെയ്തു. എന്നാൽ അയാൾ തുടരാം. അപ്പൊ എന്താണ്? അപ്പൊ അന്യ പെണ്ണിനെ തൊട്ടാൽ ഒതു മുറിയില്ലാനുള്ള അഭിപ്രായക്കാരനാണ് അയാളെ ഇമാമും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് അത് തഖ്ലീദ് ചെയ്യാതെ ഇയാള് അന്യസ്ത്രീയെ തൊട്ട ഒതു മുറി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇയാള്. മറ്റാളാണ് അന്യസ്ത്രീയെ തൊട്ട ഒതു മുറി, പിന്നെ അന്യസ്ത്രീയെ തൊടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ആ രീതി തുടരാൻ പറ്റൂല. അങ്ങനെയാണ്. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ. ഇമാമിന്റെ നിസ്കാരം ബാത്തിലായ നിസ്കാരമാകരുത്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. എന്റെ ഭാര്യ പ്രസവ അവസ്ഥയിൽ ആണ്. ഒരു പ്രയാസവും ഇല്ലാതെ സുഖപ്രസവം ആകുവാനും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന നല്ലൊരു കുട്ടി ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരോടും പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാര്യന്റെ പ്രസവമൊക്കെ സുഖമാക്കി കൊടുക്കട്ടെ. പിന്നെ വിഷമവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രസവിക്കാനുള്ള സാഹചര്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി കൊടുക്കട്ടെ. അവളുടെ പ്രസവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വാലിഹായ, ദീനും കുടുംബത്തിനും ഉപകരിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യുകയും ആ കുട്ടി കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ ഈ ദീനിന് ഇസ്സത്തും ഉയർച്ചയും ഒക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചിലപ്പോൾ അള്ളാഹു തആല നമ്മുടെ ഈ ദുആ സ്വീകരിച്ചിട്ടില്ലേ അയാളെ കുട്ടിയെ ഒരു ഉന്നതനായി ആകുകയാണെങ്കിലോ, അങ്ങനെ ഈ ദീന് ആ കുട്ടി കാരണം വലിയൊരു ഇസ്സത്ത് ഉണ്ടാകാൻ വലിയൊരു നേട്ടമാണല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഓരോ ഉമ്മാര് പെറ്റ കുട്ടികളെന്നാണ് മനുഷ്യന്മാരെന്നാണല്ലോ ഇപ്പൊ ഈ ലോകത്ത് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ടുള്ളതില്ലേ. മനുഷ്യ സ്ത്രീകൾ പ്രസവിച്ചവരൊക്കെ തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടായതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ നല്ലൊരു മഹാനാക്കട്ടെ. പിന്നെ ഒരു റേഡിയോ ശ്രോതാവ് വിളിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഈ സഹോദരൻ എന്താ എനിക്ക് ഇങ്ങനെ വെറുതെ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ഒരു സ്വഭാവം ഞങ്ങളോട് പറയാം. ഈ അനാവശ്യമായി ഈ ടെക്സ്റ്റ് ചെയ്ത് PM ചെയ്യണവരെ ഈ PMന്റെ ആദ്യ വരി ഇങ്ങനെ വായിക്കും. എന്നിട്ട് അത് പിന്നെ മോശമാണെന്ന് നിൽക്കുന്നത് ഞാൻ അതാണ് ക്ലോസ് ചെയ്യും. ഞാനത് ചെയ്യാറ്. കാരണം അയാളെ കുറിച്ച് നമ്മൾ ഇനി വേണ്ടാത്ത ഇങ്ങനെ ഓരോന്ന് വിചാരിക്കാൻ കണ്ടല്ലോ. കാരണം ഇതിന്റെ മുമ്പ് വല്ലാതെ ദേഷ്യം പിടിച്ച് ഒരിക്കാണ്ട് ഒരാൾക്ക് പേരിൽ കേടായത് ഒരാൾക്ക് വേണ്ടി. അപ്പൊ അതിനുശേഷം ഞാൻ വരക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെ എനിക്കുണ്ടായത്. പക്ഷെ അതോടുകൂടി അയാൾ പിന്നെ ആ ശല്യം നിർത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം അപ്പൊ ഞാൻ വായിക്കാറില്ല. ഒരു PM നമുക്ക് ഈ ഫിഖ് സംബന്ധമായ ചോദ്യമൊന്നും അല്ല നിൽക്കുക. അങ്ങനത്തെ PM വായിക്കില്ല, വേഗം കണ്ട് ക്ലോസ് ചെയ്യും. അപ്പൊ ഞാൻ വായിക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുണ്ടാക്കുകയാണെങ്കിലോ അത് നിങ്ങളുടെ പൊട്ടത്തരം എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയുള്ളൂ. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തേണ്ടതില്ല.
പിന്നെന്താണ്, ഒരു റേഡിയോ ശ്രോതാവ് വിളിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി അന്യ മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോടി, കല്യാണം നിശ്ചയിച്ചിരുന്നു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോനെ. ഇതൊക്കെ കേൾക്കാനാണ് വല്ലാത്തൊരു ഒരു 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 സങ്കടകരമായ ഒരു വിഷയമാണല്ലേ. വല്ലാത്തൊരു സങ്കടമാണ്. ഇപ്പൊ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ, ഈ കുട്ടികൾക്കൊക്കെ എന്താണ് ഈ കുട്ടികൾക്ക് പറ്റുക? ഈ കാഫിര്യങ്ങളെ കൂടെ പോവുക, ഒളിച്ചോടി പോവുക. എന്നിട്ട് എന്നിട്ട് വ്യഭിചാരം അല്ലേ, ചെയ്യുന്നത് മുഴുവൻ വ്യഭിചാരം, അതിലുണ്ടാകുന്ന കുട്ടി വ്യഭിചാരത്തിലുണ്ടായ കുട്ടി. എത്ര ശ്രദ്ധിക്കേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. അതിന് പുറമെ മരിച്ചാലാണെങ്കിലോ നരകശിക്ഷ. മരിച്ചാൽ പിന്നെ നരകശിക്ഷ. എന്താണ് ഈ താൽക്കാലികമായ ഒരു കാഫിറിനോടുള്ള ആ ഒരു സ്നേഹം, ഒരു പ്രേമം അല്ലെ, അതിന്റെ പേരിൽ പിന്നെ സഹിക്കാൻ സാധിക്കാത്ത നരകശിക്ഷ. അപ്പോൾ ദുന്യാവിൽ നടക്കുന്നതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമൊക്കെ ഹറാം, വ്യഭിചാരം. ഉണ്ടാവുന്ന കുട്ടികള് വ്യഭിചാരത്തിലുണ്ടായ കുട്ടി. മരിച്ചാൽ പിന്നെ ഖബറിൽ വെച്ചും ശിക്ഷ, നരകത്തിലും ശിക്ഷ, സഹിക്കാൻ ഇരിക്കാത്ത അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുമ്പോൾ, കോളേജിലൊക്കെ പറഞ്ഞേക്കുമ്പോഴൊക്കെ മറ്റുള്ള കുട്ടികളുടെ കൂടെ പറഞ്ഞേക്കുക. കൂടെ നല്ല വിശ്വസ്തരായ പിന്നെ മറ്റു കുട്ടികളൊക്കെ കൂടെ പറഞ്ഞേക്കുക. അതുപോലെ തന്നെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നേരം വൈകി വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ശരിക്കും നോക്കുക. ഇടയ്ക്കൊക്കെ അവർ പോരുന്ന വഴിയിലും മറ്റൊക്കെ ഒക്കെ ശ്രദ്ധിക്കുക. ആരെങ്കിലൊക്കെ വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ശരിക്ക് സംസാരിക്കണ്ടോ എന്നൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. മൊബൈലൊന്നും കൊടുക്കാതിരിക്കുക. നിർബന്ധമാണെങ്കിൽ തന്നെ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്റെ നമ്പറുകളൊക്കെ ശരിക്കും എപ്പോഴും പരിശോധിക്കുക. പിന്നെ കഴിയുന്നതും പിന്നെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഒരു വനിതാ കോളേജ്, നമ്മുടെ ഒരു കോളേജിന്റെ ഒരു വനിതാ കോളേജിലൊക്കെ ഒരു ഇസ്ലാമിക സ്വഭാവമുള്ള കോളേജുകളൊക്കെ ചേർക്കുക. പിന്നെ എന്നിട്ട് അവരെ കൊണ്ടുവരലൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ അങ്ങനത്തെ ധാരാളം നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ബസ്, അവരുടെ ആ സ്ഥാപനത്തിന്റെ ബസ് തന്നെ നമ്മുടെ മുമ്പിൽ കണ്ട് വന്നാൽ കയറ്റി അയച്ചാൽ വൈകുന്നേരം കൊടുനാക്കി കൊടുക്കും ചെയ്യും. അങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ ചേർക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നല്ല മനസ്സ് നൽകട്ടെ. അതൊക്കെ കുറച്ച് കാലമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടിയല്ല ആൺകുട്ടി, ഒരു ആൺകുട്ടി തന്നെയാണ്. അവനൊരു മറ്റൊരു മതത്തിലെ പെണ്ണിനേറ്റ് ഇങ്ങനെ ബന്ധമായി. അവസാനം ഇപ്പോ അവനക്ക് പോയി വേണ്ടെന്നുള്ള ഉറപ്പൊക്കെ എത്തിക്കണ്. പക്ഷെ അവർ രജിസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നത് കാരണം അതിന്റെ ഊരാക്കുടിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോ അതിന്റെ മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പൊ എത്ര അല്ലേ ഈ മുസ്ലിം പെൺകുട്ടികൾ, ഈ സാഫായ പരിശുദ്ധ അല്ലെ, ആ പരിശുദ്ധരായ കുട്ടികളുണ്ടല്ലോ, ആ പരിശുദ്ധരായ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അത്ര ആ യോജിപ്പിന്റെ അത്ര ശരിയാവുക മറ്റൊന്നും. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പരിശുദ്ധനായ ഒരു വ്യക്തി, അവർ തമ്മിലുള്ള വിവാഹബന്ധം പോലെ ആവുമോ? ഈ കണ്ണി കണ്ട പിന്നെ ഈ വിഗ്രഹങ്ങൾക്ക്, ഓരോ വിഗ്രഹത്തിന് ചേലും കോലം കണ്ടാൽ തന്നെ അല്ലേ, ആ തുമ്പി കൈയൊക്കെ ഉള്ള വിഗ്രഹം ഇല്ല, അങ്ങനൊക്കെ ഒരു വിഗ്രഹം ഇല്ല, അതിനൊക്കെ ഇബാദത്ത് ചെയ്യേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് തരം താഴുക എന്ന് പറഞ്ഞാല് അപ്പൊ അതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, കുട്ടികളും അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ഇനിയിപ്പോ അതോടുകൂടി ഇനിയിപ്പോ ആ കുട്ടിയെ ഇനിയിപ്പോ ഇങ്ങോട്ട് മടങ്ങി വരാൻ തന്നെ ഇനിയിപ്പോ ആ കുട്ടിനൊക്കെ വിവാഹം കഴിക്കുന്ന ആള് അല്ലേ, അതും ഒരു വിഷയം. അതുപോലെ തന്നെ ആ കുടുംബത്തിനും പ്രശ്നം ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആ കുട്ടിയെ, ആ കുടുംബത്തെയും നമ്മളെല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ മുസീബത്തുകൾ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, എന്റെ മൂത്തമ്മക്ക് ക്യാൻസർ ആണ്.
സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആണ്. ഒരു ഭാഗത്ത് ഇനി 3 വാരിയല് ബാക്കിയുള്ളു. പടച്ചോനെ, അസഹനീയമായ വേദനയാണ് ഉസ്താദ്, ക്ലാസ് റൂമിൽ തന്നെ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്ത്രീയെ, ആ മൂത്തമ്മാനെ ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ച് സ്വർഗം കണ്ട് നല്ല രീതി റാഹത്തായി ആ മൂത്തമ്മാനെ മരിപ്പിക്കട്ടെ. ആ മൂത്തമ്മാന്റെ അഹ്ലിക്കാർക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുകയും ക്ഷമിച്ചതിനുള്ള പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ് വാലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഗ്രിബ് നിസ്കാരം ഖളാ ആകുന്നത് ഇശായിന്റെ സമയം ആകുമ്പോൾ ആണ്. അതോ മഗ്രിബിന്റെ സമയം മുതൽ 30 മിനിറ്റ് മഗ്രിബ് നിസ്കാരം ഖളാ ആകുന്നത് ശരിയാ? ഇശായിന്റെ സമയം അതോ മഗ്രിബിന്റെ സമയം മുതൽ 30 മിനിറ്റ് ആകുമ്പോൾ ആണോ? മഗ്രിബിന്റെ സമയം മുതൽ 30 മിനിറ്റ് ആകുമ്പോഴൊന്നല്ല, ഇശാ ആകുമ്പോൾ തന്നെ. ഇശാ ബാങ്കോടുകൂടി മഗ്രിബിന്റെ സമയം ഖളാ ആയി. അങ്ങനെയാണ്. അതായത് മേഘത്തിലെ കടും ചുവപ്പ് മായു കണ്ടല്ലോ, ആ മായുമ്പോഴാണ് ഇശാ ആകുക. അതുവരേക്കും മഗ്രിബിന്റെ സമയമുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ ഇശാ ബാങ്ക് ഉണ്ടല്ലോ, ഇശാ ബാങ്കിന്റെ ആദ്യ സമയം വരെ ആണ് മഗ്രിബ്, അതുവരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ടെന്ന് അർത്ഥം. ഇശാന്റെ ആ സമയം ഉണ്ടാകുമ്പോഴാണ് ഇശാ ബാങ്കിന്റെ തുടക്കം ഉണ്ടാവുക. അപ്പൊ അതുവരേക്കും മഗ്രിബിന്റെ സമയമുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, അവ്വാബിൻ 2 റക്അത്തായി ചുരുക്കി അതിൽ ഓരോ റക്അത്തിനും 6 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതണമെന്നുണ്ടോ? അങ്ങനെ ഒരു പണ്ഡിതൻ പറഞ്ഞു. അതിന് ഇത് ശരിയാണോ? അങ്ങനെയല്ല. അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതാണെന്നല്ല, മഗ്രിബിന്റെയും ഇശാന്റെയും കൂടി ഇടയിൽ നിസ്കരിക്കുക. അവ്വാബി നിസ്കാരത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ 4 റക്അത്താണ്, അധികരിച്ചാൽ 20 റക്അത്താണ്. എന്നാൽ 2 റക്അത്താണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ശരി, മഗ്രിബിന്റെയും ഇശാന്റെയും ഇടയിൽ പിന്നെ നിസ്കരിക്കുന്ന നിസ്കാരം അതാണ് അവ്വാബിന്. അതിൽ 6 റക്അത്ത്, ഓരോ 2 റക്അത്ത്, അതിലത്തെ ഓരോ റക്അത്തിൽ 6, പിന്നെ അങ്ങനെ അതല്ല അവ്വാബി നിസ്കാരം. ഇതാണ് 20 റക്അത്താണ് അധികരിച്ചത്. അത് അതിൽ നിന്ന് മഗ്രിബിന്റെ ശേഷം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം അതിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് 4 റക്അത്ത് നിസ്കരിച്ചാൽ അത് അവ്വാബിനായി. 20 റക്അത്ത് നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിൽ ഏത് സൂറത്ത് ഓതിയാലും വേണ്ടില്ല. ഇനി സൂറത്തൊന്ന് ഓതാതെ നിസ്കരിച്ചാലും നിസ്കാരം സയ്യാവും ചെയ്യല്ലോ. കാരണം സൂറത്ത് ഓതൽ സുന്നത്താണെന്ന കാര്യം നമുക്കറിയാലോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് ബറക്കത്തുള്ള ഒരു നല്ല കച്ചവട സ്ഥാപനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു കച്ചവട സ്ഥാപനം നൽകി, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കച്ചവടമൊക്കെ തന്ന് അതിൽ ബർക്കത്തൊക്കെ പ്രദാനം ചെയ്ത് നല്ല ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള മാർഗങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ഇഹത്തിലും പരത്തിലും ഇഹലോകത്തും പരലോകത്തും വരുമാനം കിട്ടാൻ വേണ്ടിയും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലൊക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ, സുഖം പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മെ ആരെയും ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ഇന്നലത്തെ ചോദ്യം, പിതാവിന്റെ സ്ഥാനത്ത് കൈകാരനാകാൻ അവളുടെ സഹോദരനോ 12 ഇയർ പിതാവിന്റെ സഹോദരന്മാരിൽ ആർക്കാണ് മുൻഗണന? എന്നാലും നമ്മൾ ഈ ചോദ്യം വന്നിരുന്നു, നമ്മൾ മറു പറഞ്ഞിരുന്നു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വാപ്പ മരിച്ചിക്കണ്, ആ കുട്ടിക്ക് ഒരു സഹോദരൻ ഉണ്ട്. ആ കുട്ടിക്കാണ്ട് ആ സഹോദരന് 12 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ആ 12 വയസ്സായ അവന് പ്രായപൂർത്തി എത്തിയിട്ടില്ല. ആ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് വിലായത്തില്ല. അവനല്ല അവളെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ആ പിതാവിന്റെ പിതാവും ഇല്ല. പിന്നെ പിതാവിന്റെ അവളുടെ എളാപ്പാരുള്ളത്, എളാപ്പാരും മൂത്താപ്പാരൊക്കെ വാപ്പാന്റെ ജ്യേഷ്ഠാഞ്ചന്മാരുള്ളത്.
അവര് അവരാണ് അവിടെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. അവരിന്ന് ആരാ വിവാഹം ചെയ്തു പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ അവകാശമുള്ളത്. അത് മൂത്ത ആൾക്ക് അവകാശം അങ്ങനൊന്നുമില്ല. അത് ആരാലും വേണ്ടില്ല. അവരെത്ര പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അവരിന്ന് ആർക്കും അവരുടെ നിക്കാഹ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വാപ്പാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നൂരി ഷാ ത്വരീഖത്ത് 23 വർഷം അംഗീകരിച്ചിട്ട് പിന്നെ തള്ളിയത് എന്ത്? 23 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാണ് അത് ബാത്തിലാണ്. അപ്പൊ തള്ളണ്ടേ? അല്ല അത് വേണ്ടതും അതല്ല വേണ്ടത്. അതല്ല ഒരു ഇസ്ലാമിക സംഘടന ചെയ്യേണ്ടതും അങ്ങനെ തന്നെ. ഇസ്ലാമിക സംഘടന എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമായ വ്യക്തിയും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഒരു കാര്യം അയാളിങ്ങനെ ചെയ്യാറ് പിന്നീട് മനസ്സിലായി ഇത് തെറ്റാണെന്ന്. എന്നാ ഞാൻ ഇതുവരെയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതായാലും മരിക്കുന്ന നേരത്തെ തന്നെ ചെയ്യാൻ അങ്ങനെ ചെയ്യേണ്ടത് അല്ലല്ലോ. തെറ്റാന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ഉടൻ വർജിക്കണം. അതല്ലേ വേണ്ടത്. ദുശാ തരീഖത്ത് ഒരാള് ഒരു തരീഖത്തേറ്റ് വരുമ്പോഴേക്കും അത് മോശാന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് അലീം ചെല്ലുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ചെല്ലുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലുകയാണ്. അങ്ങനെ സ്വലാത്ത് ചെല്ലണം, ദിക്ർ ചെല്ലണം എന്നൊക്കെയാണ് ആ ശൈഖ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല്ലോ. പിന്നെയാണ് ബോധ്യപ്പെടുന്നത് അല്ലേ, ഇവർ സംഗതി സ്വലാത്ത് ചെല്ലാൻ പറയുന്നുണ്ടെങ്കിലും ദിക്ർ ചെല്ലാൻ പറയുന്നുണ്ടെങ്കിലും ഇവർ അഖീദ മോശാണ് അല്ലേ. അഖീദ മോശാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഖ്ലൂഖാത്തിൽ ഹാലാണ്. അള്ളാഹു അവന്റെ മഖ്ലൂഖാത്തിൽ, അള്ളാഹുവിന്റെ ശരീരം കൊണ്ട് അള്ളാഹു അവന്റെ മഖ്ലൂഖാത്തിൽ ഉണ്ട് എന്നാണ് അവരുടെ അഖീദ. എന്ന് വെച്ചാൽ അദ്വൈതവാദം ഉണ്ടല്ലോ, രണ്ടില്ലാവാദം വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? അള്ളാഹു മഖ്ലൂഖാത്ത്, ഈ മഖ്ലൂഖാത്തിലൊക്കെ അള്ളാഹ് ഉണ്ട് എന്ന്, ഈ എല്ലാ സൃഷ്ടികളിലും അള്ളാഹു അവന്റെ തടി കൊണ്ട് തന്നെ ഉണ്ട് എന്ന വിശ്വാസം അത് വളരെ തെറ്റായ വിശ്വാസമാണ്. അത് ആ വിശ്വാസക്കാരാണ് അവർ എന്ന കാര്യം പിന്നീട് ബോധ്യപ്പെട്ടു. അപ്പോൾ അതിനെ എതിർത്തു. അങ്ങനല്ലേ. എന്റെ അളിയന്റെ കുറച്ചു സ്ഥലം വിൽക്കാനുണ്ട്, അത് പെട്ടെന്ന് വിറ്റു പോകുവാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ രീതിയിൽ അത് നല്ല ലാഭത്തോടു കൂടി പിന്നെ വിൽക്കാനുള്ള അവസരങ്ങളൊക്കെ തരട്ടെ. അള്ളാഹു കഷ്ടപ്പാടുന്നും ബുദ്ധിമുട്ടുന്നൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറായ രീതിയിൽ അത് വിറ്റ് പോവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം റൗള ഷരീഫ് ആണോ കഅബയാണോ? ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കൂടി നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അതാണ്. രാജ്യമല്ല. രാജ്യത്ത് വെച്ച് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത് മക്കയാണ്. ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് മക്കയാണ്. മക്ക കഴിഞ്ഞിട്ടാണ് മദീനക്കുള്ള സ്ഥാനം. അതല്ല, പിന്നെ ഭൂമിയിലെ ഇടം ഉണ്ടല്ലോ, ഒരു സ്ഥലം. ആ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശരീരം മറവ് ചെയ്ത ആ സ്ഥലമാണ്. മദീന മുഴുവൻ എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന ആ ഭൂമി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ രാജ്യം എന്ന നിലക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് മക്കയാണ്. മക്ക കഴിച്ചിട്ടാണ് മദീനക്കുള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഈ മെസ്സേജ് സമയം വൈകി. എന്റെ ഈ മെസ്സേജ് ഓപ്പൺ ആയി വായിക്കണം എന്നില്ല. അങ്ങ് വായിക്കണ്ട. ഹോട്ടലിൽ പോവാറുണ്ട്. ഈ ചോദ്യകർത്താവിന്റെ ഇതുള്ളത് അയാളൊരു അയാൾക്കൊരു ജോലി ഉണ്ട്. ആ ജോലിക്ക് പുറമെ അദ്ദേഹം ഒരു ഹോട്ടലിലും ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഹോട്ടലിലും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ആ ഹോട്ടലിലാണെങ്കിലോ ആ ഹോട്ടലില് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് മൂരി ബിരിയാണിയാണ്. മൂരിന്റെ ഇറച്ചി വാങ്ങിയിട്ടേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആട് ബിരിയാണി ആണ്ടാണ് കൊടുക്കണത്. അപ്പൊ അതിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അതിൽ ജോലി ചെയ്യരുത്. അത്ര ആ രീതിയിൽ മനുഷ്യന്മാരെ വഞ്ചിച്ചുകൊണ്ട് ഉള്ള ഒരു സ്ഥാപനം, അതിനെ സഹായിക്കാൻ പാടില്ല, ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ജോലി ചെയ്യാതെ നല്ല ഹലാലായ രീതിയിലൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുക. നിങ്ങൾക്ക് ഏതായാലും വേറെ ജോലി ഉണ്ടല്ലോ, എന്നിട്ട് ഒരു പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാണ് ഇപ്പത്. അതിപ്പോ
ഈ ഇത്തരം ഇതിനും സഹകരിക്കരുത്. അതൊന്നും അങ്ങനത്തെ അത്തരം വിഷയങ്ങളൊന്നും സഹകരിക്കരുത്. ആസ്ട്രേലിയ ബീഫ് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാലോ. എന്തിനപ്പം അങ്ങനെയൊക്കെ ചെയ്യണ് എന്ന് പറഞ്ഞു കൊടുക്കാലോ. എന്തെല്ലാം ഉണ്ടല്ലേ, എന്തെല്ലാം വഞ്ചനൊക്കെയാണ്. ഉസ്താദെ, ഖിബിലക്ക് നേരെ കാൽ നീട്ടി പള്ളിയിൽ ഇരിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? അതൊന്നും തെറ്റൊന്നുമില്ല. ഖിബിലക്ക് നേരെ കാൽ നീട്ടിയിരിക്കുന്നത് ഖിബിലയെ പിന്നെ നിന്ദിച്ചുകൊണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഖിബിലയെ നിന്ദിച്ചുകൊണ്ടാവരുത്, അതല്ലാതെ പിന്നെ ഇരിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോൾ? ഗൾഫിൽ ഇമാമുമാർ നിയ്യത്ത് ആവശ്യമില്ല എന്ന് പറയുന്നു, എന്താണ് സത്യം? ഗൾഫിലെ ഇമാമുമാർ നിയ്യത്ത് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടാവൂല. കാരണം ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് എന്നല്ല. നിയ്യത്തിൽ ഒരു അമലും സഹിയാവൂല. ഒരു അമലും സഹിയാവൂല നിയ്യത്തിൽ ഇല്ലാഞ്ഞാലേ ഒരു അമലും സഹിയാവൂല. പിന്നെ ഗൾഫിലെ ഇമാമാരത് നാവോണ്ട് പറയൽ ആവശ്യമില്ല എന്നേക്കാരം പറഞ്ഞത്. നമ്മൾ സാധാരണ മുസല്ലി ഫർദുഹുരിയൊക്കെ നമ്മൾ നാവോണ്ട് പിന്നെ പറയല്ലോ, അത് ആവശ്യമില്ല എന്നായിരിക്കും പറയല്. അത് പിന്നെ നമ്മുടെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അല്ലെ, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സുന്നത്താണ് നാവോണ്ട് പറയല്. മനസ്സിൽ കരുതാൻ നിർബന്ധം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മനസ്സിൽ കരുതണം. അതേ സമയത്ത് ആ മനസ്സിൽ കരുതുന്നതിന് മുമ്പായി പിന്നെ നാവോണ്ടൊന്ന് പറയൽ സുന്നത്ത. അത് എന്തിനാണത്? അത് മനസ്സിൽ കരുതുന്നതിന് ഒരു സഹായകമാകും നാവോണ്ട് പറഞ്ഞാൽ. എനിക്ക് അത് ഒരു അനുഭവപ്പെടുന്ന വിഷയമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അനുഭവപ്പെടുന്ന വിഷയമാണ്. ഈ അറബികളൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ മുസല്ലി ഫർദ് അങ്ങനെ പറയുമ്പോഴേ ഇവര് ചിലപ്പോ തിരക്കൂട്ടുക ഞാനങ്ങനെ ആ മനസ്സിൽ കരുതൽ മാത്രമായിരുന്നു. നാവോട് പറയാതെ മനസ്സിൽ കരുതൽ മാത്രം. അങ്ങനെ മനസ്സിൽ കരുതൽ മാത്രം ആവുമ്പോ നമ്മൾ തെക്കുബീറത്തിലാണ് കിട്ടി അല്ലാഹു അക്ബർ. കിട്ടിയപ്പോഴാണ് അപ്പൊ ആ അല്ലാഹു അക്ബർ നമ്മൾ കരുതുമ്പോ അസറിനാണ് മനസ്സിൽ വന്നത്. ഇപ്പൊ സംഗതി ഇപ്പൊ ളുഹറാണ്, അല്ലെങ്കിൽ മഗ്രിബ് എന്നൊക്കെ കരുതത്, സംഗതി ഇപ്പൊ അസറാണ് എന്നൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ പിന്നെ അങ്ങനെ വരും. അതേ സമയത്ത് ആദ്യം ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് ആ നാവോടാണ് പറഞ്ഞു നിൽക്കുക അല്ലെ, ഉസല്ലി ഫർള ളുഹ്രി അതൊക്കെ നമ്മൾ ശരിക്കും നാവോടാണ് പറഞ്ഞു. എന്നാലും പിന്നെ അത് ആ മനസ്സ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ തക്ബീർ പിന്നെ എന്റെ സമയത്ത് അത് ഓർമ്മ വരാൻ അത് സഹായകമാകും. ആകയാൽ മനസ്സിൽ കരുതൽ നിർബന്ധമാണ്, നാവുകൊണ്ട് പറയുന്നത് സുന്നത്താണ്, നിർബന്ധം ഇല്ല. അപ്പൊ ഗൾഫിലെ ഇമ്മമാർ അതായിരിക്കും പറയണ്ടാവുക. അതല്ല തീരെ നിയ്യത്ത് വേണ്ട എന്നാവൂല. എല്ലാ മദ്ഹബ് അനുസരിച്ചും നിയ്യത്ത് നിർബന്ധമാണ്, മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഒരു ഖത്തം പകുതി വീതം 2 ആളുകൾ ഓതി തീർത്താൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലം കിട്ടുമോ? ഒരു ഖത്തം ഒരാൾക്ക് അതിന്റെ കൂലി ഓതിയ കൂലി കിട്ടണമെങ്കിൽ അയാൾ മുഴുവൻ ഓതണം. ഒരാളെ 2 ആള് കൂടിയിട്ട് ഒരു ഖത്തം ഓതി നിൽക്കുക. എന്നാലും ഇപ്പൊ ഓരോരുത്തർക്കും ഓതിയന്റെ കൂലി അയാൾ ഓതിയന്റെ ആണ് കിട്ടുക. അതേസമയത്ത് ഒരു ഖത്തം ഓതാൻ വേണ്ടി ഒരാൾ നീർച്ചാക്കിന്ന്, അയാൾ ഓതാനല്ല, ഒരു ഖത്തം നീർച്ചാക്കി നിൽക്കുക. ഒരു ഖത്തം അയാൾ ഓതാനല്ല, ഒരു ഖത്തം നീർച്ചാക്കി. ഒരു ഖത്തം നീർച്ചാക്കിയാൽ അത് പലരും കൂടി ഒരു ഖത്തം തീർത്ത് നിൽക്കുക. എന്നാലും ആ കടം കൂടും. അയാൾ സ്വന്തം ഓതിയാലും 2 ആൾ കൂടി ഓതിയാലും അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടി കണ്ട് ഓതി ഒരു ഖത്തം പൂർത്തിയാക്കി, എന്നാലും ആ കടം കൂടും. അതേസമയത്ത് അയാൾക്ക് ഖുർആൻ ഓതിയ കൂലി കിട്ടണമെങ്കിൽ അയാൾ തന്നെ ഓതണം. 2 ആൾ കൂട്ടാണ് ഓതിയെങ്കിൽ 2 ആൾക്കും ആ ഓതിയന്റെ കൂലിയെ കിട്ടുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ സ്നേഹിതന്റെ മകൻ സുബ്ഹിക്ക് പള്ളിയിൽ നിന്ന് പേടിച്ചു. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഉസ്താദ് അസുഖം മാറാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. പേടിയൊക്കെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നാട്ടിൽ നിന്നും വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഇഖാമ പ്രശ്നമാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല തീർത്തു തന്നുകൊണ്ട് അല്ലാഹു റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ അല്ലാഹു വിശാലത പ്രദാനം ചെയ്യട്ടെ. നല്ല റാഹത്തായി കാര്യങ്ങളൊക്കെ റാഹത്തായി നാട്ടിലൊക്കെ പോയി സന്തോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്.
ഇനിയും കുറേ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് ഇനി പിന്നീട് നാളെ എപ്പോഴേലൊക്കെ ആവാം. ഇനി സമയം കുറേ ആയല്ലോ, കുറേ ആയി. ഇനി അസറിന്റെ സമയമായിട്ട് അതിനൊരുങ്ങാനൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു ചോദിച്ചതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകിക്കൊണ്ട് അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കുടുംബക്കാർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഹയാത്തുള്ളവർ, മരിച്ചവർ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.